ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. അല്പസമയം നിങ്ങളോടൊത്ത് ചിന്തിക്കാമെന്ന് കരുതുന്നതായ വേദഭാഗം ശുദ്ധമുള്ള മർക്കോസ് ഏവങ്കലിസ്ത എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ളതായ വേദഭാഗമാണ്. ശുദ്ധമുള്ള മർക്കോസ് ഏവങ്കലിസ്ത എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ളതായ വേദഭാഗം. സമാനമായ വേദഭാഗം മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിലും, ലൂക്കോസ് ഏവങ്കലിസ്തയുടെ സുവിശേഷം 8-ാം അധ്യായം 4 മുതൽ 15 വരെയുള്ളതായ വാക്യങ്ങളിലും 3 സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായ വിഷയം എന്ന് പറയുന്നത് വിതക്കാരൻ്റെ ഉപമ. യേശുതമ്പുരാൻ തൻ്റെ പരസ്യ പ്രവർത്തന കാലയളവിൽ താനായിരുന്ന സമൂഹത്തോട് സംവേദിച്ചിരുന്നതായ, പ്രത്യേകിച്ച് ദൈവരാജ്യത്തിൻ്റെ ആഴമേറിയ മർമ്മങ്ങളെ തൻ്റെ മുമ്പിലുള്ളതായ സാധാരണക്കാരായ ജനങ്ങളോട് സംവേദിച്ചിരുന്നതായ ഒരു മുഖാന്തരമാണ് കഥകളെന്ന് പറയുന്നത്. ഉപമകളിൽ കൂടി ദൈവരാജ്യത്തിൻ്റെ ആഴമേറിയ മർമ്മങ്ങളെ യേശുതമ്പുരാന് അവർക്ക് പറഞ്ഞു കൊടുത്തു. എന്നാൽ ഇന്ന് ഈ സന്ധ്യയിൽ ഈ ഒരു ഉപമ ഇന്നത്തെ ചിന്താവിഷയമായി എടുക്കുമ്പോൾ പലപ്പോഴും നമുക്ക് സംശയം തോന്നും. യേശുതമ്പുരാന് വളരെ വ്യക്തമായിട്ട് 4 ഇടങ്ങളിൽ വീഴുന്ന വിത്തിനെ പറ്റിയും അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നതിനെ പറ്റിയും, ഓരോ ഇടങ്ങളിൽ വീഴുന്ന വിത്ത് അതിൻ്റെ വ്യാഖ്യാനം എന്താണ് എന്നൊക്കെ ഉള്ളതായ വളരെ വ്യക്തമായ വിശദീകരണം ഈ 20 വാക്യങ്ങളിൽ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പരമായിട്ട് എന്ത് സന്ദേശമാണ് ഈ വേദഭാഗം നമ്മളോട് സംവേദിക്കുന്നത് എന്നുള്ളതായ ഒരു ചിന്ത, ഒരാശങ്ക പലപ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും. അത് സ്വാഭാവികം മാത്രമാണ്. എന്നാൽ കാലങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ട് പല കാലങ്ങളിൽ എഴുതപ്പെട്ടതായ പുസ്തകങ്ങൾ പരിശുദ്ധാത്മ നിശ്വസിതമായിട്ട് ഒരൊറ്റ പുസ്തകമായിട്ട് ക്രോഡീകരിക്കപ്പെട്ട് നമ്മുടെ കൈകളിൽ ഇന്ന് ഈ രൂപത്തിൽ ആയിരിക്കുന്നു. വേദപുസ്തകം തിരുവചനം എഴുതപ്പെട്ടതായ നാൾ മുതൽ ഈ നിമിഷം വരെയും വേദപുസ്തക പഠിതാക്കൾ, പണ്ഡിതന്മാർ, പ്രാസംഗികന്മാർ ഈ തിരുവചനം നമ്മളോട് സുവിശേഷിക്കുന്നുണ്ട്. ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കാണാൻ കഴിയുന്നത്, പ്രത്യേകിച്ച് വേദശാസ്ത്ര മേഖലയിൽ പുനർവായനകളുടെ കാലഘട്ടമാണ്. കാലങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ടത് അന്നത്തെ സാഹചര്യം, അന്നത്തെ പശ്ചാത്തലം, അന്നത്തെ ചരിത്രപരമായ, രാഷ്ട്രീയമായ, സോഷ്യോ പൊളിറ്റിക്കൽ എല്ലാ തലത്തിലുമുള്ളതായ ബേസിൽ എഴുതപ്പെട്ടതായ കാര്യം ഇന്ന് ഈ 21-ാമത്തെ നൂറ്റാണ്ടിൽ നമ്മൾ ഇന്നത് ചിന്തയ്ക്ക് എടുക്കുമ്പോൾ ഒരു പുനർവായന ഇന്ന് വേദപുസ്തക പണ്ഡിതന്മാരുടെയും പഠിതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അപ്രകാരം അതിനെ നമ്മൾ റീറീഡിങ് എന്നൊക്കെയുള്ളതായ ഇംഗ്ലീഷ് പദം കൊണ്ട്, റീപ്രിൻ്റ്, ഒരു പുസ്തകം നേരത്തെ പ്രിൻ്റ് ചെയ്തത് പുനഃപ്രസിദ്ധീകരിക്കുമ്പോൾ റീപ്രിൻ്റ് ചെയ്യും, റീഇമാജിൻ, റീറീഡിങ് തുടങ്ങിയതായ പദങ്ങൾ ഇന്ന് ഈ വേദശാസ്ത്ര മേഖലകളിലും പ്രത്യേകിച്ച് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും വൈദികർക്കും ഒക്കെ വളരെ സുപരിചിതമായ ഒന്ന് തന്നെയാണ്. അപ്രകാരം ഒരു പുനർവായനയുടെ തലത്തിൽ ഈ ഒരു വേദഭാഗത്തെ നമ്മൾ ഒന്ന് സമീപിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇതിൻ്റെ അന്തസത്ത ഒട്ടും നഷ്ടപ്പെടാതെ ക്രിസ്തു പറഞ്ഞിരിക്കുന്നതായ വ്യാഖ്യാനങ്ങളിലേക്ക് ഒന്നും കടക്കുന്നില്ല. അതിനെപ്പറ്റി കൂടുതൽ പറയാൻ ആരും അതിന് അത്രത്തോളം ആയിട്ടില്ല. എന്നിരുന്നാൽ തന്നെയും ഈ കഥ മാത്രം ഒന്ന് എടുക്കുകയാണ്. വിതക്കാരന് വിതയ്ക്കാൻ പുറപ്പെടുന്നു. എവിടെയോ ഒരുക്കപ്പെട്ടതായ ഒരു നിലം, ആ നിലത്തിലേക്ക് വിതയ്ക്കുവാൻ വേണ്ടി അവൻ്റെ ഭവനത്തിൽ നിന്നും അതിനുവേണ്ടി ഒരുക്കി വെച്ചതായ വിത്ത് കൊണ്ട് ആ മനുഷ്യൻ യാത്ര ചെയ്യുന്നു. ആ നിലത്ത് എത്തുന്നു. അവിടെ ആ മനുഷ്യൻ വിതയ്ക്കുന്നു. വേദഭാഗം പറയുന്നത്, വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീഴുന്നു, ചിലത് പാറപ്പുറത്ത് വീഴുന്നു, ചിലത് മുള്ളിനിടയിൽ വീഴുന്നു. ഏറ്റവും അവസാനം പറയുന്നു, ചിലത് നല്ല നിലത്ത് വീണു, 30, 60, 100 മേനി ഫലം നൽകി എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈ വേദഭാഗം എടുത്തു വെച്ച്, അല്ലെങ്കിൽ ഈ കഥ മാത്രം ഒന്ന് എടുത്ത് ചിന്തിക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിലേക്ക് വരാറുള്ളതായ, അല്ലെങ്കിൽ ഇത് മാത്രം എടുത്തൊന്ന് ആലോചിക്കുമ്പോൾ,
ഒരിക്കലും ഒരു കൃഷി ചെയ്യുന്നതായ ഒരു കൃഷിക്കാരന് തൻ്റെ ഒരുക്കപ്പെട്ട നിലത്തിലേക്ക് വിത്ത് കൊണ്ട് പോകുമ്പോൾ അത് വിതയ്ക്കുന്ന സമയത്ത് ഇപ്രകാരം അശ്രദ്ധമായിട്ട് പലയിടങ്ങളിൽ വീഴത്തക്കവണ്ണം അശ്രദ്ധമായിട്ട് ആരെങ്കിലും വിത്ത് വിതയ്ക്കുമോ? ഈ വേദഭാഗം ഇന്ന് ചിന്തിക്കുമ്പോൾ ഒരിക്കലും ഇത് വേദപുസ്തകത്തിലെ ക്രിസ്തു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് കൂട്ടിയിണക്കല്ല. ഇത് മറ്റൊരു ആംഗിളിലാണ് നിങ്ങളുടെ മുമ്പിൽ ഇത് പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരുക്കപ്പെട്ട നിലത്തിലേക്ക് കൊണ്ടുപോകുന്നതായ വിത്ത് അത് വിതയ്ക്കുന്നതായ വ്യക്തി സസൂക്ഷ്മം ശ്രദ്ധിച്ചേ വിതയ്ക്കത്തുള്ളൂ. കാരണം ഒരുക്കപ്പെട്ട നിലത്ത് അത് എത്രത്തോളമാണോ നിലം എടുത്തിരിക്കുന്നത് ആ നിലത്തിലേക്ക് ആ വിത്ത് വിതയ്ക്കുന്നു. അത് മറ്റെങ്ങും വീഴാൻ ഇടയാകരുത്. അത് താൻ കഷ്ടപ്പെട്ട് ചെയ്യുന്നതായ ഒരു പ്രവൃത്തിയാണ്. അതിന് താൻ ആഗ്രഹിക്കുന്നതും 100% വിളവിൻ്റെ അനുഭവമാണ്. എന്നാൽ വേദപുസ്തകത്തിലേക്ക് വരുമ്പോൾ കാണുന്നത് ആദ്യത്തെ 3 വട്ടം കാണുന്നതും വിത്ത് നഷ്ടപ്പെട്ടു പോവുകയാണ്. ഈ 4ാമത്തെ ഭാഗത്ത് മാത്രമേ വിത്ത് നല്ല നിലത്ത് വീഴുന്നുള്ളൂ. വിത്ത് അതിൻ്റെ 30, 60, 100 മേനി ഫലം നൽകുന്നു എന്ന് പറയുന്നുള്ളൂ. പ്രിയമുള്ളവരെ, ഈ ഓരോ നിലവും ആദ്യം വഴിയരികെ വീഴുന്ന വിത്ത് നമ്മുടെ ആത്മീയ ജീവിതവുമായിട്ട് ചേർത്ത് നിർത്തിയാണ് തട്ടിച്ച് നോക്കേണ്ടത്. പ്രത്യേകിച്ച് നോമ്പിൻ്റെ കാലഘട്ടം. ആമുഖ സ്വാഗത പ്രസംഗത്തിൽ അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ നോമ്പിൻ്റെ ദിനങ്ങൾ, പകുതി ദിനങ്ങൾ നമ്മൾ പിന്നിട്ട് ഏറ്റവും തീവ്രതയേറിയതായ ദിനങ്ങളിലേക്ക് ക്രിസ്തുവിൻ്റെ രക്ഷാകരമായ ജൈത്രയാത്ര, ഓശാന, പെസഹ, കഷ്ടാനുഭവം, ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിത്തറയായ മഹത്വകരമായ ഉത്ഥാന പെരുന്നാളിലേക്കൊക്കെ നമ്മൾ അടുത്തു വരുന്നതായ ഏറെ ആത്മസമർപ്പണത്തിൻ്റെ ദിനങ്ങളാണ്. ഈ ആത്മസമർപ്പണത്തിൻ്റെ ദിനങ്ങളിൽ നമ്മുടെ ആത്മീയത വളരേണ്ടുന്നതായ ദിനങ്ങളാണ്. ഓരോ ദിവസം കഴിയുമ്പോഴും പടിയായിട്ട് നമ്മുടെ ആത്മീയത വളരേണ്ടുന്നതായ ദിനങ്ങളാണ്. പ്രിയമുള്ളവരെ, ഈ മനുഷ്യൻ്റെ കയ്യിൽ നിന്നും ഈ വിത്ത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നതായ ഒരു ചിന്തയാണ്, ഈ ലോക ജീവിതത്തിൽ നന്മ തിന്മകൾ നിറഞ്ഞതായ ലോകം സമ്മിശ്രമാണ്. നന്മ തിന്മകളാൽ സമ്മിശ്രമായ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നന്മയേക്കാൾ ഉപരിയായിട്ട് തിന്മയുടെ അതിപ്രസരം അതിലേക്ക് വഴുതി വീഴുവാൻ സാധ്യതകളേറെയാണ്. നിന്റെ ഉള്ളിൽ വിതയ്ക്കപ്പെട്ടതായ വചനം, അത് നിന്റെ മാതാപിതാക്കളാകട്ടെ, നിന്റെ ഗുരുക്കന്മാരാകട്ടെ, അല്ലെങ്കിൽ നിനക്ക് ഗുരുതുല്യരായിട്ടുള്ളവർ നിന്റെ ഉള്ളിൽ പകർന്നു നൽകിയതായ ആ വിത്തിൻ്റെ അനുഭവം, ആ ദൈവികമായ മൂല്യങ്ങൾ നിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടോ എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ഈ വേദഭാഗം നമുക്ക് മുൻപാകെ വെക്കുന്നതായ ചിന്തയെന്ന് പറയുന്നത്. എൻ്റെ ഉള്ളിൽ വിതയ്ക്കപ്പെട്ടതായ വിത്തിൻ്റെ അനുഭവം, മൂല്യങ്ങളുടെ അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ശാന്തമായിട്ട് നമ്മളൊന്ന് ആലോചിക്കേണ്ടുന്നത് വളരെ വളരെ അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ്. എൻ്റെ ഉള്ളിൽ പകർന്നു തന്നതായ ദൈവിക മൂല്യങ്ങളുടെ അഭാവം എന്നിലുണ്ട് എങ്കിൽ മുന്നോട്ടുള്ളതായ ഈ വഴിയാത്രയിൽ, മുന്നോട്ടുള്ളതായ ഈ ജീവിതയാത്രയിൽ നമുക്ക് ഓരോരുത്തർക്കും പല വയസ്സാണ്. പ്രായമേറിയവരുണ്ട്, ഇടത്തരക്കാരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. കുഞ്ഞുങ്ങളോട് പറഞ്ഞിട്ട് അവർ ജീവിതത്തിലേക്കൊക്കെ വരുന്നതേ ഉള്ളൂ. എങ്കിലും യൗവനത്തിനുള്ളവരും പ്രായമേറിയവരോടും ഒക്കെ ഉള്ളതായ ഒരു ചോദ്യമെന്ന് പറയുന്നത്, ദൈവം നമ്മളെ ഇത്രത്തോളം ആക്കി വെച്ചിരിക്കുമ്പോൾ ഇന്ന് നമ്മളെ ഇവിടെ ഈ ദേവാലയത്തിൽ ഈ വചനം നമ്മൾ ഒരു ധ്യാന വിഷയമായിട്ട് ഈ വേദഭാഗം നമ്മൾ എടുക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ ഗുരുക്കന്മാർ എനിക്ക് പകർന്നു തന്നതായ ആ ദൈവിക മൂല്യങ്ങളുടെ വിത്തിൻ്റെ അംശം എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടോ, അതോ എനിക്ക് എവിടെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? നമ്മളോട് സ്വയം ഒന്ന് ചോദിക്കേണ്ടതായ കാര്യങ്ങളാണ്. ചില സന്ദേശങ്ങളെന്ന് പറയുമ്പോൾ ചില സ്വയം ചോദിക്കലുകളാണ്. നമ്മളോട് തന്നെ ചോദിക്കേണ്ടതായ കാര്യമാണ്. ഈ മനുഷ്യൻ്റെ കയ്യിൽ നിന്നും ഒരുക്കപ്പെട്ട നിലത്ത് വിതയ്ക്കേണ്ടതായ വിത്ത് വഴിയരികെ വീണ് പോകുന്നുണ്ട്. വേദഭാഗം പറയുന്നത് പറവകൾ വന്നത് കൊത്തി തിന്നു എന്നാണ് പറയുന്നത്. പറവകൾ വന്നത് കൊത്തി തിന്നാം, ചവിട്ടി അമർത്തപ്പെട്ട് പോകാം. വഴിയരികെയാണ്, ചവിട്ടി അമർത്തപ്പെട്ട് പോകാം. ശേഷിക്കുന്നതായ ചില വിത്തുകളുണ്ടെങ്കിൽ മറ്റ് ചെടികളോടൊപ്പം അത് വളർന്നു വന്നും വരും. എന്നിരുന്നാലും നഷ്ടത്തിൻ്റെ ഒരു കണക്കിലേ അത് മാറത്തുള്ളൂ.
എൻ്റെ ഉള്ളിൽ പകർന്നു തന്നതായ മൂല്യങ്ങൾ അത് എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടോ എന്ന് നാം ശാന്തമായിട്ട് ആലോചിക്കണം. എൻ്റെ ഉള്ളിൽ പകർന്നു തന്നതായ ദൈവിക മൂല്യങ്ങൾ എന്ന് പറയുമ്പോൾ അത് നഷ്ടപ്പെട്ടെങ്കിൽ ദൈവത്തെയാണ് നാം നഷ്ടപ്പെടുത്തുന്നത്. ഒരു ഉദാഹരണം പറയാം. ലൂക്കോസ് എവങ്കലിസ്റ്റയുടെ സുവിശേഷം 2-ാമത്തെ അധ്യായം. 12 വയസ്സായ യേശുതമ്പുരാനും ഒരുമിച്ച് തിരുക്കുടുംബം യെരുശലേം ദേവാലയത്തിൽ പെരുന്നാൾ ആഘോഷിക്കാനായിട്ട് പോകുന്നു. ദേവാലയത്തിലേക്ക് ചെല്ലുന്നു, പെരുന്നാളുകൾ സംബന്ധിക്കുന്നു, നേർച്ച കാഴ്ചകൾ, എല്ലാ കാര്യങ്ങളിലും അവിടെ അവർ ചെയ്യേണ്ടതായ കർമ്മങ്ങളൊക്കെ. പെരുന്നാളാണ്, അനേകം ആളുകൾ വന്നു പോയിരിക്കുന്ന വലിയ തിരക്കിൻ്റെതായ അനുഭവമാണ്. തിരുക്കുടുംബം അവിടെ അവർ ചെയ്യേണ്ടതായ പ്രാർത്ഥനകളും നേർച്ചകളും ഒക്കെ സമർപ്പിച്ച ശേഷം തിരിച്ചവർ അവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. യെരുശലേം ദേവാലയത്തിൽ നിന്നും ഒരു ദിവസത്തെ വഴിദൂരം പിന്നിടുമ്പോഴാണ് യോസഫും മറിയമും അറിയുന്നത്, എന്ത്? തങ്ങളുടെ മകൻ തങ്ങളോടൊപ്പം ഇല്ല. 12 വയസ്സായ യേശുതമ്പുരാനും ഒരുമിച്ച് ജോസഫും മറിയമും യെരുശലേം ദേവാലയത്തിൽ പോകുന്നു. നേർച്ച കാഴ്ചകൾ അർപ്പിച്ച് പ്രാർത്ഥിച്ച ശേഷം തിരിച്ചു വരുന്നു. യെരുശലേം ദേവാലയത്തിൽ നിന്നും ഒരു ദിവസത്തെ വഴിദൂരം പിന്നിടുമ്പോൾ അവർ തിരിച്ചറിയുന്നു, ആര് തങ്ങളോടൊപ്പമില്ല? തങ്ങളുടെ മകൻ യേശുതമ്പുരാൻ തങ്ങളോടൊപ്പം ഇല്ല. അപ്പോൾ അത് തിരിച്ചറിയുന്ന സമയം എന്ന് പറഞ്ഞാൽ ചിലപ്പം ഒരു ദിവസത്തെ വൈകിട്ട് സന്ധ്യയൊക്കെ ആകാറായി കാണും. ഈ നഷ്ടപ്പെട്ട യേശുതമ്പുരാനെ, യേശുക്കുഞ്ഞിനെ തിരക്കി തിരിച്ചവർ നടക്കുക. വന്ന വഴിയെ അവർ തിരിച്ചു പോവുക. എത്ര ദിവസങ്ങൾക്ക് ശേഷമാണ് ക്രിസ്തുവിനെ അവർ കണ്ടെത്തുന്നത്? നമ്മളൊക്കെ വേദപുസ്തകം വായിക്കുന്നവരല്ലേ? എത്ര ദിവസങ്ങൾക്ക് ശേഷമാണ്? 3 ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രിയമുള്ളവരെ ജോസഫും മറിയമും തങ്ങൾക്ക് നഷ്ടപ്പെട്ടതായ ദൈവത്തെ അവർക്ക് തിരിച്ചു കിട്ടുന്നത്. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടതായ കാര്യം, കൂടെയുള്ളതായ ദൈവത്തെ തിരിച്ചറിയുക. കൂടെയുള്ളതായ ദൈവത്തെ നഷ്ടപ്പെടുത്തിയാൽ തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി പ്രയാസമേറിയ കാര്യമാണ്. അതുകൊണ്ട് ദൈവത്തോട് ഒപ്പം ആയിരുന്ന് ദൈവിക മൂല്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയണം. ഈ നോമ്പിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നതായ സമയം, നമ്മുടെ ജീവിതത്തിനെ നമ്മളൊന്ന് വിശകലനം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് സഭ കുമ്പസാരം വെച്ചിരിക്കുന്നത്. മുട്ടുകുത്തി ത്രോണോസിൻ മുൻപാകെ പട്ടക്കാരൻ്റെ സാക്ഷ്യത്തിൽ നമ്മളുടെ തെറ്റുകൾ ഏറ്റുപറയുമ്പോൾ പുറകോട്ടുള്ളതായ എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ളതായ കുറവുകളെയാണ് നമ്മൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്നത്, വീഴ്ചകളെ. അതുകൊണ്ടാണ് സഭ കുമ്പസാരം വെച്ചിരിക്കുന്നത്. എൻ്റെ ഇതുവരെയുള്ളതായ എൻ്റെ ജീവിതത്തിൽ ദൈവമേ, നിന്നോട് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അരുതാത്തത് ഒരു ദൈവവൈതൽ എന്ന നിലയിൽ എനിക്കെന്തെങ്കിലും വീഴ്ചകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സുകൊണ്ട്, ചിന്തകൾ കൊണ്ട്, വാക്ക് കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, മനുഷ്യൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് ഈ നോമ്പ് കാലഘട്ടത്തിലെ പ്രൊമിയോൻ സെതറ നമ്മളൊന്ന് വായിക്കുവാണെങ്കിൽ, അത് ശ്രദ്ധിക്കുവാണെങ്കിൽ, അതിൻ്റെ അപ്പുറമായ ഒരു വേദശാസ്ത്രമോ പഠിപ്പിക്കലോ ഒന്നും നമുക്ക് ആവശ്യമില്ല. ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ ഉള്ളിൽ പാപം കടന്നുകൂടാവുന്ന മേഖലകളാണ് അവൻ്റെ ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. പഞ്ചേന്ദ്രിയങ്ങൾ, കണ്ണുകൊണ്ട്, ചെവി കൊണ്ട്, നാവ് കൊണ്ട്, പ്രധാനപ്പെട്ടത്. പിന്നെ എന്തായിരുന്നു, മൂക്കുകൊണ്ടും സ്പർശനവും അത്ര കാര്യമായിട്ട് എടുക്കുന്നില്ല. എന്നിരുന്നാൽ തന്നെയും ഈ പഞ്ചേന്ദ്രിയങ്ങൾ എപ്രകാരമായിരിക്കണമെന്ന് നോമ്പ് കാലഘട്ടത്തിലെ പിതാക്കന്മാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കൊത്തിനെ ചൊവ്വാഴ്ചയുടെ പ്രഭാതത്തിൻ്റെ സെതറ വായിക്കുമ്പോൾ അവിടെ പഞ്ചേന്ദ്രിയങ്ങളെ പറ്റി അവിടെ പിതാക്കന്മാർ സൂചിപ്പിച്ചിരിക്കുന്നു. നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാനൊന്ന് വായിക്കാം. കർത്താവെ, ഞങ്ങളുടെ കേൾവിയെ നിന്റെ വിശുദ്ധ കൽപ്പനകൾ സ്വീകരിക്കുന്നതിന് വെടിപ്പാക്കണമേ. ഞങ്ങളുടെ ക്രാണം ദൈവിക ആത്മാവിനെ ആസ്വദിക്കുവാനും കാഴ്ച നിന്റെ അത്ഭുതങ്ങളെ ധ്യാനിക്കുവാനും നാവ് നിന്റെ തിരുവചന മാധുര്യത്താൽ ആനന്ദിപ്പാനും സ്പർശനം പുണ്യപ്രവൃത്തികളാൽ ശുഭപ്പെടുന്നതിനും പ്രാപ്തി നൽകണമേ. ഞങ്ങളുടെ ആത്മാവിൻ്റെ ഇന്ദ്രിയങ്ങളെ നീതിയാലും വിശുദ്ധമായ പുണ്യത്താലും ദൈവത്താൽ നിർമ്മിക്കപ്പെട്ട ആദ്യ മനുഷ്യൻ്റെ സൃഷ്ടിയായി ഭേദപ്പെടുത്തണമേ. 50 ദിവസത്തെ നോമ്പ് കൊത്തിനയുടെ നോമ്പ് തുടങ്ങുമ്പോൾ ഉള്ളതായ ആഹ്വാനമാണിത്. 50 ദിവസത്തെ നോമ്പ് നോറ്റ് കഴിഞ്ഞിട്ട് നമ്മളുടെ കണ്ണുകൊണ്ട്, അല്ലെങ്കിൽ നോമ്പിൻ്റെ ദിനങ്ങളിൽ നമ്മുടെ കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, വാഗൊണ്ട്, ചെവി കൊണ്ട്, നമ്മുടെ സ്പർശനം കൊണ്ടൊക്കെ നമ്മൾ എങ്ങനെയായിരിക്കണം? ആദ്യ മനുഷ്യൻ്റെ ആദാം പാപത്തിൽ വീണു പോകുന്നതിന് മുമ്പുള്ളതായ
ആ ഒരു ദൈവത്തോടൊപ്പം നടന്നതായ ആ തലത്തിലേക്ക് നിങ്ങൾ മാറ്റപ്പെടണം എന്നുള്ളത്. വലിയ നോമ്പിൻ്റെ 3-ാമത്തെ ആഴ്ച വെള്ളിയാഴ്ച സന്ധ്യയുടെ സെദറായിലും ഇന്ദ്രിയങ്ങളെപ്പറ്റി പിതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ന്യായരഹിതമായി നോക്കാതിരിക്കത്തക്കവണ്ണം പരിപാകതയുള്ള ദൃഷ്ടിയും ലൗകികമായ പ്രേരണയ്ക്ക് കീഴ്പ്പെടാതെ ദൈവവിളി അനുസരിക്കുന്നതായ കാതും വെറും പരിമളവാസനയെ വിടിഞ്ഞ് നിന്റെ കൽപ്പനകളുടെ സുഗന്ധവാസനെ ശ്വസിക്കുന്ന ഘ്രാണവും സ്തോത്രങ്ങളെ ആസ്വദിക്കുകയും സൃഷ്ടാവിന് ദൈവിക സ്തുതികളെ ഉച്ചരിക്കുകയും ചെയ്യുന്നതായ നാവും ദാനധർമ്മങ്ങൾക്കും സൽപ്രവൃത്തികൾക്കും നീട്ടിയിരിക്കുന്നതായ കൈകളും ഞങ്ങൾക്ക് നൽകണമേ. ഇപ്രകാരം ആത്മാവ് പഞ്ചേന്ദ്രിയങ്ങളാകുന്ന ദീപയഷ്ടികളാൽ നിന്റെ സന്നിധിയിൽ പ്രശോഭിക്കുമാറാകണമേ. പ്രിയമുള്ളവരെ, ആദ്യ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. 1-ാമത്തെ ഭാഗം വഴിയരികെ വീഴുന്ന വിത്ത് പോലെ നഷ്ടപ്പെടുന്നതായ അവസ്ഥയിൽ എൻ്റെ ദൈവത്തോടുള്ളതായ ബന്ധം എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? എന്നിൽ വിതയ്ക്കപ്പെട്ടതായ ദൈവിക മൂല്യങ്ങൾ എന്നിൽ അത് ഇപ്പോഴും ഉണ്ടോ ഇല്ലയോ, അതോ എനിക്ക് ജീവിതയാത്രയിൽ നഷ്ടമായോ എന്നുള്ളതായ ഒരു ആത്മശോസന. നഷ്ടപ്പെട്ട ദൈവബന്ധത്തിൻ്റെ പുനഃസ്ഥാപിക്കലാകണം ഈ നോമ്പിൻ്റെ കാലഘട്ടം. ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതായ മൂല്യങ്ങളെ തിരിച്ചു പിടിക്കുന്നതാകണം ഈ നോമ്പിൻ്റെ കാലഘട്ടമെന്ന് ഒന്നാമതായിട്ട് ഈ വേദഭാഗം നമ്മളോട് സംവേദിക്കുകയാണ്. വേദഭാഗത്തിലെ രണ്ടാമതായിട്ട് പറയുന്നതായ രണ്ടാമത്തെ തലം എന്ന് പറയുന്നത് പാറപ്പുറത്ത് വീഴുന്നതായ വിത്തിനെ പറ്റിയാണ്. പാറപ്പുറത്ത് വീഴുന്നതായ വിത്തിനെ പറ്റി വേദഭാഗത്ത് പറയുന്നത് മണ്ണിന് താഴ്ചയില്ലാകിയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു, സൂര്യൻ ഉദിച്ചപ്പോൾ ചൂട് തട്ടി വേരില്ലായ്ക കൊണ്ട് ഉണങ്ങിപ്പോയി. എൻ്റെ വ്യാഖ്യാന ക്രിസ്തു പറയുന്നത് വചനം കേട്ട ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവർ, എങ്കിലും അവർ ഉള്ളിൽ വേരില്ലാത്ത ക്ഷണികന്മാരാകുന്നു. വചനം നിമിത്തം ഉപദ്രവമോ പീഡയോ ഉണ്ടായാൽ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. സെമിനാരി പഠിക്കുന്ന സമയത്ത് ഈ പ്രായോഗിക പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് പാരിഷ് മിഷൻ എന്ന് പറയും. ഈ ഓണത്തിൻ്റെ സമയം, ക്രിസ്മസ്, അതുപോലെ വലിയ അവധിയുടെ സമയത്തൊക്കെ ഏതെങ്കിലും ഒരു പള്ളിയെ കേന്ദ്രീകരിച്ച് 3-4 ദിവസത്തെ പരിപാടിയാണ്. അതായത് ഭവന സന്ദർശനം, വൈകിട്ട് ഇതുപോലെ ഗാന ശുശ്രൂഷ, പ്രസംഗം, കാര്യങ്ങൾ, അങ്ങനെയുള്ളതായ പല ആക്ടിവിറ്റീസാണ് നടത്തപ്പെടുന്നത്. അപ്രകാരം പള്ളി ഏതാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു പള്ളിയിൽ പാരിഷ് മിഷന് ചെന്നപ്പോൾ ഭവന സന്ദർശന സമയത്ത് പള്ളിയിലെ ആരെങ്കിലും നമ്മളോടൊപ്പം കാണും, വീടുകൾ കാണിച്ചു തരാൻ. അപ്രകാരം ഒരു വീട്ടിൽ എടുക്കാറായപ്പോൾ ഈ കൂടെ വരുന്ന ആൾ ഈ വീടിനെ പറ്റി നമുക്കൊരു ഐഡിയ തരും, ഇതിങ്ങനെയൊക്കെയാണ് സംഭവം എന്നുള്ളത്. അപ്പോൾ ഒരു വീട്ടിൽ ഇതുപോലെ ഞങ്ങൾ ഗ്രൂപ്പായിട്ട് തിരിഞ്ഞാണ്, 2 പേര് അല്ലെങ്കിൽ ഒത്തിരി ആളുണ്ടെങ്കിൽ 3 പേര് അങ്ങനെ ഗ്രൂപ്പായിട്ട് തിരിഞ്ഞാണ് പോകുന്നത്. അപ്പം ഞാൻ ഉണ്ടായിരുന്നതായ ഗ്രൂപ്പിൽ ഒരു വീട്ടിൽ ചെല്ലാൻ നേരം അതിൻ്റെ വീടിൻ്റെ ഗേറ്റിങ്ങിൽ വന്ന് വണ്ടി നിർത്തി ഇറങ്ങി. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, പള്ളിയുമായിട്ട് വലിയ ബന്ധമില്ലാത്ത ഒരു വ്യക്തിയാണ്, അല്പസ്വല്പം അധികം ദൈവവിശ്വാസമൊന്നുമില്ല, ചില നിരീശ്വരവാദം പോലത്തെ ഉള്ളതായ ഒരു സമീപനം ഒക്കെയാണ് എന്നുള്ളത്. അപ്പം നമുക്കൊരു ഐഡിയ കിട്ടി. അപ്പം ഞങ്ങൾ ആ വീട്ടിലേക്ക് കടന്നു ചെന്നു. ഈ മനുഷ്യൻ പറഞ്ഞതുപോലെ തന്നെ അതുപോലുള്ളതായ സ്വീകരണം കാര്യങ്ങളൊക്കെയാണ് കിട്ടിയത്. നമ്മളെന്തെങ്കിലും ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയുന്നു, തിരിച്ച് അങ്ങനെ വലിയ ഒരു ഇൻ്ററാക്ഷൻ ഒന്നും അവിടെ നടന്നില്ല. അപ്പം ഒരു ഐഡിയ കിട്ടിയതുകൊണ്ട് ഞങ്ങൾക്കും വലിയതായ ഒരു ബുദ്ധിമുട്ടൊന്നും അനുഭവപ്പെട്ടില്ല. ഇങ്ങനെയുണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് എന്നാൽ ശരി ഞങ്ങളെന്ന് പ്രാർത്ഥിച്ച് ഇറങ്ങട്ടെ എന്ന് ചോദിച്ച് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ, ആ വീട്ടിലുണ്ടായിരുന്ന കാർന്നോര്, ഗൃഹനാഥൻ ഞങ്ങളോട് ഒരു കാര്യം ചോദിച്ചു. പൊതുവിൽ വേദപുസ്തകത്തിൽ ക്രിസ്തു പറഞ്ഞിരിക്കുന്നതായ, സുവിശേഷത്തിൽ ക്രിസ്തു പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുവാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വേദപുസ്തകത്തിൽ ക്രിസ്തു പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങളൊക്കെ പ്രായോഗിക ജീവിതത്തിൽ അത് പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുവാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ മനുഷ്യൻ ഞങ്ങളോട് ചോദിച്ചതാണ്. അപ്പോൾ അതിന് മറുപടിയായിട്ട് ആ സമയത്ത് പിന്നെ അതിനെന്താ വിശ്വാസത്താല പ്രാർത്ഥനയാലെന്ന് കഴിഞ്ഞാൽ നമ്മളതിന് അന്നേരം മുട്ടാപ്പോക്ക് അല്ലെങ്കിൽ മറുപടിയൊക്കെ പറഞ്ഞ് പോന്നെങ്കിലും ഇതെന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ളതായ ഒരു ചോദ്യമായി മനുഷ്യൻ ചോദിച്ചത്. അയാൾ നിരീശ്വരവാദിയായിരിക്കാം,
അയാൾ പള്ളിയിൽ പോകത്തില്ലായിരിക്കാം, കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ ഈ മനുഷ്യൻ ചോദിച്ചതായ ചോദ്യം എന്നെ ഏറെ ചിന്തിപ്പിച്ചു. ഈ പാറപ്പുറത്ത് വീഴുന്നതായ വിത്തിൻ്റെ ഈ രണ്ടാമത്തെ ചിന്ത നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ തീഷ്ണതയും വിശ്വാസത്തിൻ്റെ ആഴവുമാണ് ഇവിടുത്തെ മുഖ്യ വിഷയമായിട്ട് ചിന്തിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മളോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താ പറയും? പ്രാർത്ഥിക്കണം, എന്താ സിമ്പിളാ, നൊയമ്പ് നോക്കണം, നൊയമ്പ് നോക്കും, എന്നാ എളുപ്പം, എന്നാ അത്ര വലിയ പാടുള്ളതായ കാര്യമല്ലമാണോ? 2 നേരം ഭവനങ്ങളിൽ കൃത്യമായി പ്രാർത്ഥന നടക്കുന്നതായ എത്ര വീട്ടുകാരുണ്ട്? സത്യസന്ധമായിട്ട് കയ്യും ഒന്ന് പൊക്കാനൊന്നും പറയുന്നില്ല. 2 നേരം മുടങ്ങാതെ പ്രാർത്ഥന നിർവഹിക്കുന്നതായ എത്ര ഭവനങ്ങളുണ്ട്? കൃത്യമായി നോമ്പ് നോക്കുന്നതായ എത്ര വ്യക്തികളുണ്ട്? ഇറച്ചിയും മീനും മുട്ടയും പാലും ഒന്നും കൂട്ടാതിരുന്നാലും നോയമ്പായില്ല കേട്ടോ. ചിലരുടെ ചിന്തയതാ, ഇറച്ചി മീനൊക്കെ മാറ്റി, അത് അതിൻ്റെ ഒരു തലമാണ്. ഒരു നോമ്പിൽ പല ഘടകങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് നോമ്പ് അതിൻ്റെ പൂർണ്ണത പ്രാപിക്കുന്നത്. അതിൽ ഒരു എലമെൻ്റ് മാത്രമാണ് ഭക്ഷണ സാധനങ്ങളിലെ ആഡംബരത്വം നമ്മൾ മാറ്റി വെക്കുക എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മളെ ഏറെ ചിന്തിക്കേണ്ടിയിരിക്കുന്നതായ ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് സുവിശേഷത്തിൽ കടന്നു വരുമ്പോൾ മറ്റാരെയും ഇതിന് ഉദാഹരണമായിട്ട് എടുക്കുന്നില്ല. ക്രിസ്തുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരെ മാത്രം ഒന്ന് ഉദാഹരണമായിട്ട് എടുത്താൽ മതി. പലപ്പോഴും തെറ്റിപ്പോകുന്നു, പലപ്പോഴും ബോധ്യങ്ങളുടെ അഭാവം അവരുടെ ആ ജീവിതത്തിൽ 3.5 വർഷക്കാലത്തെ ക്രിസ്തുവിൻ്റെ പരസ്യ പ്രവർത്തന കാലയളവിലെ ശിഷ്യന്മാരെ മാത്രം. എന്നാൽ അവസാന കാലത്ത് ഉത്ഥാനത്തിന് ശേഷം അവർക്ക് ദർശനങ്ങൾ ലഭിക്കുന്നു. അവർ വിശ്വാസ വീരന്മാരായിട്ട് പല സഭകളുടെയും സ്ഥാനപതികളായിട്ട് അവർ മാറുന്നുണ്ട്. അതിനു മുമ്പായിട്ട് ക്രിസ്തുവിൻ്റെ കൂടെ നടന്നതായ ആ പരിശീലന കാലയളവിലെ ശിഷ്യന്മാരെ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ അവരുടെ വിശ്വാസത്തിൻ്റെ ബോധ്യം വളരെ വളരെ പുറകോട്ടായിരുന്നുവെന്ന് ഈ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മർക്കോസ് എവങ്കലിസ്തയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായം എടുക്കുമ്പോൾ അവിടെ തിരുമേനി മുമ്പേ ഓർമ്മിപ്പിച്ചതായ വേദഭാഗം തന്നെയാണ്. അവിടെ സൂചിപ്പിക്കുന്നത് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നതാണ്. ജനങ്ങൾ കൂടെയുണ്ട്. യേശുതമ്പുരാൻ അവരോട് ദൈവവചനം സംസാരിക്കുന്നു. നേരം ഇരുട്ടാറായി. ശിഷ്യന്മാർ വന്ന് പറയുന്നു, ഇവരെ വേഗം പറഞ്ഞു വിടണം, സന്ധ്യയാകാറായി, ഇവർക്ക് കൊടുക്കാനൊന്നുമില്ല, ഇവരെ വേഗം പറഞ്ഞു വിടണം. അവിടെയും ക്രിസ്തു വളരെ കൂളാണ്. ക്രിസ്തു പറയുന്നു, നിങ്ങൾ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുക. അപ്പോഴും അവർ ശിഷ്യന്മാർ സന്ദേഹികളായിട്ട് മാറുകയാണ്, സംശയാലുക്കൾ. 200 വെള്ളിക്കാശിന് അപ്പം വാങ്ങിയാൽ ഇത്ര പേർക്ക് തികയുമോ എന്നുള്ളതായ തലത്തിലേക്ക് അവർ സംശയാലുക്കളായിട്ട് മാറുകയാണ്. പ്രിയമുള്ളവരെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, 100 1000 ആയിക്കോട്ടെ, 10,000 ആയിക്കോട്ടെ, ലക്ഷങ്ങളായിക്കോട്ടെ, എത്ര ജനത അവിടെ ഉണ്ടായിരുന്നാലും ഒരൊറ്റ അപ്പം കൊണ്ട് പരിപോഷിപ്പിക്കുവാൻ കഴിവുള്ളവനായ ഒരു ദൈവമാണ് എൻ്റെ ഒപ്പം ഉള്ളത് എന്നുള്ളതായ ഒരു ബോധ്യം നിനക്കെന്താണ് ഇല്ലാതെ പോകുന്നത്? നമ്മൾ ചിന്തിക്കണം. നാം നമ്മുടെ ദൈവത്തെ പറ്റി, ഞാൻ വിളിച്ചപേക്ഷിക്കുന്നതായ 3 നേരം 7 നേരം ഒക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അത്ര നേരം വിളിച്ചപേക്ഷിക്കുന്നതായ ഒരു ദൈവത്തെ പറ്റി എനിക്ക് എന്തുമാത്രം ബോധ്യമാണ് ഉള്ളത്? ശിഷ്യന്മാർ മനസ്സിലാക്കിയ തലം വ്യത്യസ്തമാണ്. ഈ മർക്കോസ് എവങ്കലിസ്തയുടെ സുവിശേഷം അപ്പം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതായ ഈ സംഭവം കഴിഞ്ഞിട്ട് പിന്നീട് വരുന്നതായ 45 മുതലുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു തമ്പുരാൻ നിർബന്ധിച്ച് ശിഷ്യന്മാരെ ബെത്സയിദയിലേക്ക് പറഞ്ഞു വിട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് തോന്നും, ഇതെന്തുകൊണ്ടാണ് നിർബന്ധിച്ച് പറഞ്ഞു വിടുന്നത്? ആ സംശയം മാറണമെങ്കിൽ ഇതേ വേദഭാഗം തന്നെ യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പം വർദ്ധിപ്പിച്ച് കൊടുത്തതിന് ശേഷം ജനങ്ങളും ശിഷ്യന്മാരും എല്ലാം കൂടെ ചേർന്ന് യേശു തമ്പുരാനെ ഒരു നേതാവായിട്ട് അവരോധിക്കുവാൻ ശ്രമിക്കുകയാണ്. ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് ദൈവരാജ്യത്തിൻ്റെ സംസ്ഥാപനം എന്നുള്ളതായ ഒരു ചിന്തയോടുകൂടെ ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ കൂടിയിരുന്നതായ അവനിൽ നിന്ന് അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിയതായ ജനങ്ങളും അവനോടൊപ്പം നടന്ന ശിഷ്യന്മാരും ചിന്തിച്ചതെന്ന് പറയുന്നത്, നിലനിൽക്കുന്നതായ റോമ ഗവൺമെൻറ്റിന് എതിരായ വിപ്ലവമുണ്ടാക്കി ഒരു ബദലായ ഒരു നേതാവിനെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള തലത്തിലാണ് ഈ ശിഷ്യന്മാരും ഈ ജനങ്ങളും ക്രിസ്തുവിനെ കണ്ടിരുന്നത്. അവിടെയാണ് ക്രിസ്തു വിഭാവനം ചെയ്യുന്നതായ ദൈവരാജ്യവും
ശിഷ്യന്മാർ കണ്ടതായ ദൈവരാജ്യം രണ്ടും രണ്ട് തലത്തിലാണ്. ക്രിസ്തു സ്വർഗീയമായതിനെയാണ് കണ്ടത് എങ്കിൽ ശിഷ്യന്മാർ കണ്ടത് ഐഹികമായതിനെയാണ്. അതുകൊണ്ടാണ് യേശു തമ്പുരാന് ശിഷ്യന്മാരെ നിർബന്ധിച്ച് അവരെ പറഞ്ഞു വിടുന്നുണ്ട്, എല്ലാം കയറി പോകാൻ ബെത്സയിലേക്ക് പടവ് കയറ്റി അവരെ വിടുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്ന കാര്യമെന്ന് പറയുന്നത് ദൈവത്തെ പറ്റിയുള്ളതായ നമ്മുടെ ബോധ്യം എന്താണ്. കൂടെ നടന്നതായ ശിഷ്യന്മാർ പരാജയപ്പെട്ടു പോകുന്നു. ആ ദൈവം ഉദ്ദേശിക്കുന്നതായ ദൈവരാജ്യത്തിൻ്റെ പൊരുള് എന്താണ് എന്ന് വിവേചിച്ചറിയുവാൻ ശിഷ്യന്മാർ പരാജയപ്പെട്ടു പോകുന്നു. ഇന്ന് ഈ 21-ാമത്തെ നൂറ്റാണ്ടിൽ ഈ പെരുമ്പാവൂര് ഈ ബദൽ സുലോക്കോ പള്ളിയുടെ ഈ ഉള്ളിലിരുന്നു കൊണ്ട് ഈ വേദഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടുന്നതായ ഒരു വസ്തുത എന്ന് പറയുന്നത്, എൻ്റെ ദൈവത്തിനെ എത്രമാത്രം ആ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടുകൾക്കൊത്ത് എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. രണ്ടാമതായിട്ട് ഈ വേദഭാഗം കാണിച്ചു തരുന്നത് ദൈവത്തിലുള്ളതായ വിശ്വാസത്തെ പറ്റിയാണ്. ശിഷ്യന്മാരെ പടവ് കയറ്റി വിടുന്നു. പടവ് കയറ്റി വിട്ടുകഴിഞ്ഞ് രാത്രിയുടെ 4-ാമത്തെ യാമത്തിൽ വെള്ളത്തിൻ മീതെ കൂടെ നടന്നു വരുന്ന യേശു തമ്പുരാനെ കണ്ടിട്ട് ഭൂതം എന്ന് പറഞ്ഞ് അവർ നിലവിളിക്കുക ചെയ്യുന്നത്. അന്നേരമാണ് ക്രിസ്തു പറയുന്നത്, ഭയപ്പെടേണ്ട, ഇത് ഞാൻ തന്നെയാണെന്ന് പറയുന്നത്. വെള്ളത്തിൻ മുകളിൽ കൂടെ കടന്ന്, അതായത് പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്ന സംഭവം, മരിച്ചവരെ ഉയർപ്പിക്കുന്നത്, വലിയ പുരുഷാരത്തെ 5 അപ്പം കൊണ്ട് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നത്, അങ്ങനെ പല കാര്യങ്ങൾ ഇവരുടെ മുമ്പിൽ നടന്നിട്ട് ഇവരെന്തുകൊണ്ട് ഇവർക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടാകുന്നില്ല? ഈ വിശ്വാസം എന്ന് പറയുന്നത് പല പ്രസംഗങ്ങളും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. കേൾക്കുമ്പോൾ നമുക്ക് നിസ്സാരമെന്ന് തോന്നാവുന്ന ഒരൊറ്റ വാക്കാണ്. പക്ഷേ ഈ വിശ്വാസം, അതുകൊണ്ടാണ് ക്രിസ്തു ചോദിക്കുന്നത്, കടുകുമണിയോളം ഇത്രയല്ല ചോദിക്കുന്നത്, ഇത്രയുമല്ല, കടുക് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. കടുകിൻ്റെ വലുപ്പത്തോളം വിശ്വാസം വലുപ്പത്തിലാകാൻ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് സാധിച്ചിട്ടുണ്ടോ? ഇല്ല. അവിടെയൊക്കെ നമ്മൾ പരാജയമാണ്. ഇതുപോലുള്ളതായ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ നിലപാട് എന്തായിരിക്കും? എൻ്റെ വിശ്വാസത്തിൻ്റെ തീഷ്ണത, എൻ്റെ വിശ്വാസത്തിൻ്റെ ആഴം എത്രത്തോളം ഉണ്ട്? 2 ചിന്തകളാണ് ഈ 2-ാമത്തെ ഭാഗം നമ്മളോട് പങ്കുവെക്കുന്നത്. ഒന്ന്, നിൻ്റെ ദൈവത്തെ പറ്റിയുള്ളതായ നിൻ്റെ ബോധ്യം ഏത് തലത്തിലാണ്? നിൻ്റെ ദൈവത്തോടുള്ളതായ നിൻ്റെ വിശ്വാസത്തിൻ്റെ ആഴം, വിശ്വാസത്തിൻ്റെ തീഷ്ണത എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. 3-ാമത്തെ ഭാഗത്തിലേക്ക് കടന്നു വരികയാണ്. മുള്ളിനിടയിൽ വീഴുന്നതായ വിത്ത്. മുള്ളിനിടയിൽ വീഴുന്നതായ വിത്തിനെ പറ്റി അവിടെ പറയുന്നത്, മുള്ള് മുളച്ചു വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞ് അത് വിളഞ്ഞില്ല. എന്നാൽ അതിൻ്റെ വ്യാഖ്യാനം കൊടുക്കുന്നത്, വചനം കേട്ടിട്ട് ഇഹലോകത്തിൻ്റെ ചിന്തകളും ധനത്തിൻ്റെ വഞ്ചനയും മറ്റ് വിഷയമോഹങ്ങളും അകത്ത് കടന്ന് വചനത്തെ ഞെരുക്കി നിഷ്ഫലമാക്കി കളയുന്നു. ഈ ഒരു വേദഭാഗം എടുത്തു വെച്ച് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം തന്നെ വന്നൊരു ചിന്തയാണ്, ഇവിടെ ഒരു റിവേഴ്സ് ആക്ഷൻ അല്ലേ നടക്കേണ്ടുന്നത്? മുള്ളു വചനത്തിനെ ഞെരുക്കിക്കളയുകയാണോ ചെയ്യേണ്ടുന്നത്? മറിച്ച് എങ്ങനെയായിത്തീരണം? ഈ വിത്ത് കൊണ്ട് മുള്ളിനെ ഞെരുക്കിക്കളയുന്ന അനുഭവത്തിലേക്ക് നീ വളരണം. ചേർത്ത് നിർത്തി ചിന്തിക്കാവുന്നതായ വേദപുസ്തകത്തിലെ ഒരു കഥാപാത്രമാണ് ഗോത്രപിതാവായ യാക്കോബ്. യാക്കോബിൻ്റെ ജീവിതത്തിലെ ഒരു വലിയ ടേണിംഗ് പോയിന്റ് നിലപാടാണ് കേട്ടോ. ഓരോ മനുഷ്യൻ ദൈവസന്നിധിയിൽ എടുക്കുന്ന നിലപാടുകളാണ് പറയുന്നത്. യാക്കോബിന്റെ ജീവിതത്തിലെ വലിയ ഒരു ടേണിംഗ് പോയിന്റ് ആണ് ഉൽപ്പത്തി പുസ്തകം 28-ാമത്തെ അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. അത് ഞാനൊന്ന് വായിക്കാം. ദൈവം എന്നോട് കൂടെ ഇരിക്കുകയും ഞാൻ പോകുന്നതായ ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിക്കാൻ ആഹാരം, ധരിക്കാൻ വസ്ത്രം എനിക്ക് തരികയും എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. ഞാൻ തൂണായി നിർത്തിയതായ ഈ കല്ല് ദൈവത്തിൻ്റെ ആലയവും നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരും. ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇതിൻ്റെ പശ്ചാത്തലം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വളരെ പെട്ടെന്ന് തന്നെ ഞാനത് പറഞ്ഞ് അത് അവസാനിപ്പിക്കാം. അപ്പനായ ഇസഹാക്കിന് കണ്ണ് കാണാൻ വയ്യ, വാർദ്ധക്യമായി. മൂത്ത മോനായ യേശാവിനെ വിളിച്ച് പറയുന്നുണ്ട്, എനിക്കിഷ്ടപ്പെട്ട ആഹാരം നീ ഉണ്ടാക്കി തരിക, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം.
കതകിൻ്റെ പിറകിൽ മാറി നിന്ന് ആരിത് കേൾക്കുന്നു? അമ്മയായ റിബേക്ക ഇത് കേൾക്കുന്നു. അമ്മയ്ക്ക് സ്നേഹം ആരോടാ കൂടുതൽ? ഇളയ മോനോട്. അവിടെ എങ്ങാണ്ട് എന്തോ കാര്യം ചെയ്തിരുന്നതായ യാക്കോബിനെ വിളിച്ചു കാര്യം പറയുന്നുണ്ട്. അപ്പം ഇതുപോലെ ചേട്ടനെ ജ്യേഷ്ഠനെ അനുഗ്രഹിക്കാൻ പോവുക, അത് നീ അത് നേടിയെടുക്കണമെന്ന്. അപ്പം ഇവനൊന്നും, അല്ലെങ്കിൽ യാക്കോബിന് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. യൗവന കാലഘട്ടം വന്ന് ചിന്തിച്ചോണം, എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു കാര്യം ചെയ്യും, പെട്ടെന്ന് ഞാൻ ഒരു ഭോജനം നിനക്ക് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് അവൻ്റെ കയ്യിൽ പെട്ടെന്ന് തന്നെ ഏശാവ് വരുന്നതിന് മുമ്പ് ഒരാഹാരമൊക്കെ ഉണ്ടാക്കി അവൻ്റെ കയ്യിൽ കൊടുക്കുന്നു. അപ്പോൾ അപ്പനെ കണ്ണ് കാണാൻ വയ്യായല്ലോ. അപ്പം അപ്പനെ പറ്റിച്ചേ പറ്റത്തുള്ളൂ, കബളിപ്പിക്കണം. അപ്പോൾ കണ്ണ് കാണാൻ വയ്യാത്തതുകൊണ്ട് ശബ്ദം കേട്ടാൽ ഇനി ഐഡൻറ്റിഫൈ ചെയ്യല്ല. അതുകൊണ്ട് എന്തോ ചെയ്യുന്നു, ആടിൻ്റെ രോമം എടുത്ത് കയ്യെ വെച്ച് പിടിപ്പിക്കുക. കാരണം ഏശാവ് രോമാവൃതമായ ശരീരത്തോട് കൂടിയവനാണ്. അപ്പം അവിടെയും അമ്മ ദീർഘവീക്ഷണത്തോടെ കണ്ട് ആടിൻ്റെ രോമമൊക്കെ എടുത്ത് കയ്യെ പിടിപ്പിച്ച് ഈ ഉണ്ടാക്കിയ സാധനം കൈ കൊടുത്ത് യാക്കോബിനെ ഇസ്ഹാക്കിൻ്റെ അടുത്ത് വിടുകയാണ്. ഇസ്ഹാക്ക് വന്ന് കണ്ണ് കാണാൻ വയ്യ, ആ മോനെ നീ വന്നോ? വന്നു. ആഹാരം കൊണ്ടുവന്നു. നിൻ്റെ ശബ്ദം കേട്ടിട്ട് എന്തോ ഒരു അസ്വസ്ഥത. ആർക്ക്? ഇസ്ഹാക്കിന്. ഇത് ഏശാവ് തന്നെയാണോ? നീ ഇനി വന്നേന്ന് പറഞ്ഞു. വന്നു, കയ്യെ തൊട്ട് നോക്കി, രോമാവൃതമായ കയ്യ്. ആ കയ്യേൽ തൊട്ടു. അന്നേരം വിശ്വാസമായി ഇതെൻ്റെ മൂത്ത മകന് ഏശാവ് തന്നെ. ഇളയ മകനായ യാക്കോബിനെ തെറ്റിദ്ധരിക്കപ്പെടുകയാണ്, ഏശാവാണെന്ന് കരുതി. അവൻ വാങ്ങിച്ച ആഹാരം കഴിച്ച് അവൻ്റെ തലയിൽ കൈവച്ച് ഇസ്ഹാക്ക് അനുഗ്രഹിക്കുന്നു. അമ്മയും ഇളയ മകനും മനസ്സിൽ കണ്ടതുപോലെ പദ്ധതികളൊക്കെ വളരെ ഗംഭീരമായിട്ട് വിജയത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. പക്ഷെ ഇത്രയും കഴിഞ്ഞപ്പോഴാണ് ഇവരുടെ മനസ്സിലൊരു ചിന്ത വന്നത്, എന്താ ഇപ്പം ആര് വരും? ഇപ്പം വേട്ടയിറച്ചിയും കൊണ്ട് ഏശാവ് വരും, കാര്യമറിയും. എന്തുവാ സംഭവിക്കാൻ പോകുന്നതെന്ന് യാതൊരു നിശ്ചയവുമില്ല. അവിടെയും അമ്മ ഉപദേശം പറഞ്ഞു കൊടുക്കുകയാണ്, നീ ഇവിടുന്ന് പോവുക, പത്തൻ ആരാമിലുള്ള എൻ്റെ സഹോദരനായ ലാബാൻ്റെ ഭവനത്തിലേക്ക് നീ ഇവിടുന്ന് പോവുക എന്ന് പറഞ്ഞ് കയ്യിൽ കിട്ടിയ തുണിയോ കാര്യങ്ങളൊക്കെ കൊടുത്ത് യാക്കോബിനെ അവിടുന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുകയാണ്. ആ വഴിയാത്രയിൽ യാക്കോബ് വന്ന് ലൂസ് എന്ന് പറയുന്നതായ ഒരു സ്ഥലത്തെത്തി തലേണ വെച്ച് അവിടെ കിടന്നുറങ്ങുന്നു. അവിടെ വെച്ച് സ്വപ്നം കാണുന്നു. അതിനുശേഷം ദൈവത്തോട് നടത്തുന്നതായ ഒരു നേർച്ചയാണ്, ഒരു പ്രാർത്ഥനയാണ്. ദൈവം എന്നോട് കൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിക്കാൻ ആഹാരം, ധരിക്കാൻ വസ്ത്രം എനിക്ക് തരികയും എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ, സ്വന്തം വീട്ടിൽ നിന്ന് ഓടിപ്പോകുന്നു, അതാ പറയുന്നത്, എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. ഞാൻ തൂണായി നിർത്തിയതായ ഈ കല്ല് ദൈവത്തിൻ്റെ ആലം. നീ എനിക്ക് വെറുതെ ഒന്നും വേണ്ട, നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരും. നനച്ചിരിക്കാത്ത നേരത്ത് ചെയ്തു പോയതായ ഒരു പ്രവൃത്തി, അതിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് സ്വന്തം വീട് വിട്ട് ഓടിപ്പോകേണ്ടതായ അവസ്ഥ. ദൈവത്തിൻ്റെ മുമ്പിൽ ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ട് ഇന്ന കാര്യങ്ങൾ നീ എനിക്ക് ചെയ്തു തരുമെങ്കിൽ നീ എനിക്ക് ദൈവമായിരിക്കും. അപ്പൊ ചെയ്തു തന്നില്ലെങ്കിൽ എന്തായിരിക്കാം നിന്റെ നിലപാട്? അത് മനസ്സിലാക്കണമെങ്കിൽ ഹബക്കൂക്ക് പ്രവചനത്തിലേക്ക് കടന്നു വരണം. ഹബക്കൂക്ക് പ്രവചനം 3-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ളതായ അവസാന വാക്യങ്ങൾ. ഹബക്കൂക്ക് പ്രവചനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 3 അധ്യായങ്ങളെ ഉള്ളൂ. അതിൽ ഭൂമിയിൽ ഈ പ്രവാചകന്മാരുടെ ദൗത്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അരുളപ്പാട് ദൈവജനത്തെ അറിയിക്കുക. ദൈവത്തിൻ്റെ അരുളപ്പാട് കാലാകാലങ്ങളിൽ സമയാസമയങ്ങൾ അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശാസന കൊടുക്കുക. എന്തെങ്കിലും ചെയ്യേണ്ടതായ കാര്യങ്ങളുണ്ടെങ്കിൽ പ്രവാചകന്മാർ മുഖാന്തരം അരുളപ്പാടുകൾ ഈ ദൈവജനത്തെ അറിയിക്കുന്നു. എന്നാൽ ഈ ഹബക്കൂക്ക് പ്രവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇതിന് വിഭിന്നമായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു രീതിക്ക് വിഭിന്നമായിട്ട് പ്രവാചകൻ ദൈവത്തെ വിളിക്കുന്ന ചില ജനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തോട് പരാതി പറയുകയാണ്. 1-2 അധ്യായങ്ങൾ പ്രവാചകന്റെ പരാതിയും അതിന് ദൈവം കൊടുക്കുന്നതായ മറുപടിയൊക്കെയാണ് അവിടെ പറയുന്നത്. നമ്മുടെ വിഷയങ്ങൾ അതല്ല എങ്കിലും ഒന്ന് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ദൈവത്തോട് പരാതിപ്പെടുകയാണ്. ഭൂമിയിൽ നടമാടുന്ന ദുഷ്ടത കണ്ടിട്ട് ദൈവമേ അവിടുന്ന് എന്തേ ഇങ്ങനെ മിണ്ടാതെ ഇരിക്കുന്നു, ഇതൊക്കെ നോക്കിക്കണ്ട് അവിടുന്ന് എന്ത് ഇങ്ങനെ പ്രതികരിക്കാതിരിക്കുന്നു എന്നുള്ളതായ ഒരു തീം
അടിസ്ഥാനമാക്കിയാണ് പോകുന്നത്. അതിനുശേഷം 3-ാമത്തെ അധ്യായം വരുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ നടത്തിപ്പൊക്കെ ഒക്കെ മനസ്സിലാക്കുന്നതായ ഹബക്കൂക്ക് പ്രവാചകൻ ദൈവത്തോട് നടത്തുന്നതായ തൻ്റെ നിലപാട്, ഒരു പ്രാർത്ഥനയാണ് നാം വായിച്ചു കേൾക്കാൻ പോകുന്നത്. 3-ാമത്തെ അധ്യായം 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. അത്തിവൃക്ഷം തളിർക്കുകയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാവുകയില്ല, ഒലിവ് മരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, ഞാൻ എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു, അവൻ എൻ്റെ കാൽ പേടമാൻ കാല് പോലെയാക്കുന്നു, ഉന്നതികളിന്മേൽ അവൻ എന്നെ നടക്കുമാറാക്കുന്നു. പ്രിയമുള്ളവരെ, ഇതായിരിക്കണം ഒരു വിശ്വാസിക്ക് ഉണ്ടായിരിക്കേണ്ടതായ നിലപാട് എന്ന് പറയുന്നത്. വറ്റലിൻ്റെയും വറുതിയുടെയും കൊടും പട്ടിണിയുടെയും അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായാലും എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഞാൻ ഘോഷിച്ചുല്ലസിക്കും. യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു, അവൻ എൻ്റെ കാൽ പേടമാൻ കാല് പോലെയാക്കുന്നു, ഉന്നതികളിന്മേൽ എന്നെ നടക്കുമാറാക്കുന്നു. ദാനിയേൽ പ്രവചനത്തിലേക്ക് കടന്നു വരുമ്പോഴും ദാനിയേലും കൂട്ടാളികളും ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം 17-18 വാക്യങ്ങൾ. നെബൂഖദ്നേസർ രാജാവ് തൻ്റെ ബിംബം ഉണ്ടാക്കി വെച്ചിട്ട് സകലരോടും പറയുന്നു, ആർപ്പുവിളിയും കൊട്ടും കുറവയും ഒക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ എൻ്റെ ദേവന്മാരെ, എൻ്റെ ബിംബത്തെ നിങ്ങൾ വണങ്ങി നിങ്ങൾ നമസ്കരിക്കണം. അവിടെ അത് നമസ്കരിച്ചില്ല എങ്കിൽ എരിയുന്ന തീച്ചൂള അങ്ങനെയുള്ളവനെ കാത്ത് കിടക്കുകയാണ്, എടുത്തെറിയപ്പെടുകയാണ് അങ്ങോട്ട്. പേടിച്ച് എല്ലാ മനുഷ്യനും രാജാവ് ഉണ്ടാക്കിയതായ ദേവന്മാരെ, രാജാവിൻ്റെ ബിംബത്തെയൊക്കെ താണു വീണ് വണങ്ങി കുമ്പിട്ട് നമസ്കരിക്കുന്നുണ്ട്. അവിടെ ശദ്രക്കും മേശക്കും അബേദ്നെഗോവും അവർ രാജാവിനോട് പറയുന്നതായ അവരുടെ നിലപാടാണ്. 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ശദ്രക്കും മേശക്കും അബേദ്നെഗോവും രാജാവിനോട്, നെബൂഖദ്നേസറേ, ഇക്കാര്യത്തിൽ ഉത്തരം പറയേണ്ട ആവശ്യമില്ല, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അല്ലെങ്കിലും, ഇനി വിടുവിച്ചില്ലെങ്കിലും, അവൻ ഞങ്ങളെ വിടുവിച്ചില്ല എങ്കിലും എന്താ അവിടെ പറയുന്നത്? ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ ആരാധിക്കുകയില്ല. ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നതായ ദൈവം ഞങ്ങളെ വിടുവിക്കുമെന്നുള്ളതായ ഉറച്ച ബോധ്യവും ഉറച്ച പ്രത്യാശയും എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഞങ്ങൾക്കുണ്ട്. ഇനി അവൻ ഞങ്ങളെ വിടുവിച്ചില്ലെങ്കിലും ഞങ്ങളുടെ നിലപാടിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നവരാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലപാടിൽ ഒരു വ്യത്യാസവുമില്ല. ഇവിടെ ഹബക്കൂക്ക് പ്രവാചകനിലും ഈ ദാനിയേലിലും ഒക്കെ കാണുന്നതായ ആ നിലപാട്, എൻ്റെ പ്രയാസങ്ങളിലും എൻ്റെ ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം നിർണ്ണയിക്കപ്പെടും, അവൻ്റെ പേഴ്സണാലിറ്റി ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, നിർണ്ണയിക്കപ്പെടുന്നത് എൻ്റെ ദുഃഖത്തിൻ്റെ സമയത്ത്, എൻ്റെ പ്രതിസന്ധി കാലഘട്ടങ്ങളിൽ ഒത്തിരി ഈ പ്രയാസത്തിലും പ്രതിസന്ധിയിലും ഒക്കെ ഇരിക്കുമ്പോഴേ കർത്താവിൻ്റെ അടുത്തും കർത്താവ് 40 ദിവസം അല്ലെങ്കിൽ നോമ്പ് നോൽക്കുന്ന സമയത്ത് സാത്താൻ എടുത്ത് വരുന്നുണ്ട് ഒത്തിരി പ്രലോഭനങ്ങളുമായിട്ട്. പക്ഷെ അതിലൊന്നും കർത്താവ് വീഴുന്നില്ല. ആ ഒരു തലത്തിൽ തന്നെയാണ് ഹബക്കൂക്ക് പ്രവചകനെയും ഈ ദാനിയേലിൻ്റെ നിലപാടും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് കൊത്തിനയുടെ അനുഭവത്തിൽ, നോമ്പ് നടക്കുന്നതായ കൊത്തിനയുടെ അനുഭവത്തിൽ ഞാനൊരു യാക്കോബാണ്. അവിടെ യാക്കോബ് പരാജയപ്പെട്ടു പോവുകയാണ്. യാക്കോബ് നിലപാട് വെക്കുകയാണ്. യാക്കോബിൻ്റെ നിലപാട് എന്ന് പറയുന്നത് കുറച്ച് ഡിമാൻഡ്സ് വെക്കുന്നു. ആ ഡിമാൻഡ്സ് ഒക്കെ അംഗീകരിച്ച് തരുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. അങ്ങനെയുള്ള സമയത്താണ് ഹബക്കൂക്ക് പറയുന്നത്, ഇന്ന കാര്യങ്ങളൊക്കെ സംഭവിച്ചാലും ഇല്ലെങ്കിലും ഞാൻ എൻ്റെ ദൈവത്തിൽ മാത്രം അടിയുറച്ച് വിശ്വസിക്കുമെന്ന് പറയും. അതുകൊണ്ട് കൊത്തിനയുടെ അനുഭവത്തിൽ ഞാനൊരു യാക്കോബാണ് എങ്കിൽ ഉയർപ്പിൻ്റെ അനുഭവത്തിൽ ഞാനൊരു ഹബക്കൂക്കായി മാറണം. കൊത്തിനയുടെ അനുഭവത്തിൽ ഞാനൊരു യാക്കോബാണ് എങ്കിൽ ഉയർപ്പിൻ്റെ അനുഭവത്തിൽ 50 ദിവസത്തെ നോമ്പ് നോറ്റതിന് ശേഷം ഉള്ളതായ ആ നോമ്പ് തീരുമ്പോൾ ഞാനൊരു ദാനിയേലിൻ്റെ അനുഭവം. നിലപാടുകളാണ് പറയുന്നത്. നിലപാടുകൾക്ക് പലപ്പോഴും ഈ നിലപാട് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊക്കെ ഈ യാക്കോബിൻ്റെ ഒരു വ്യത്യസ്തമായ തലങ്ങളിൽ നിൽക്കുന്നവരാണ് നമുക്കൊക്കെ ചില ആവശ്യങ്ങൾ നമ്മൾ ദൈവത്തോട് പറയും. ഈ ആവശ്യങ്ങളൊക്കെ നിവർത്തിച്ച് തരുമെങ്കിൽ
നമ്മൾ വളരെ ഹാപ്പിയാണ്. ഇതൊന്നും നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊന്നും അത്ര പെട്ടെന്ന് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ദൈവത്തിലുള്ളതായ വിശ്വാസങ്ങൾ. അതുകൊണ്ടാണല്ലോ ഈ വഴിയരികിൽ ചില ഫ്ലെക്സും ബോർഡും ഒക്കെ കാണുമ്പോൾ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നത്. നമുക്ക് നിൽക്കുന്ന ഇടത്ത് നിൽക്കാൻ കഴിയണം, നമുക്കൊരു നിലപാട് ഉള്ളവരായിരിക്കണം. നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം കൂടെ കൊണ്ടുവരികയാണ്. നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ദൈവം നമ്മൾക്ക് ഉത്തരം നൽകുന്നു. ദൈവത്തിൽ നിന്നും ലഭിക്കുന്നതായ ഉത്തരങ്ങൾ 3 വിധത്തിലാണെന്ന് ഈ അടുത്ത സമയത്ത് ഒരു പ്രസംഗം കേട്ടതിൽ നിന്നും കുറിച്ചു വെച്ചതായ കാര്യമാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നി നിങ്ങളുടെ ശ്രദ്ധയിലേക്കും അത് പറയുകയാണ്. നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ തിരിച്ച് ദൈവം നമ്മൾക്ക് ഉത്തരം നൽകുന്നു. ആ ഉത്തരങ്ങൾ 3 വിധത്തിലാണ്. അത് ഓരോന്നിൻ്റെയും തലക്കെട്ട്. ഒന്നാമത്തെ എന്ന് പറയുന്നത് ഡയറക്റ്റ് ആൻസർ. ഡയറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മളിങ്ങനെ ആയിരിക്കുന്നു. നാം ഇന്ന് അനുഭവിക്കുന്നതായ ഒത്തിരി നന്മകളുണ്ട്. സ്വസ്ഥമായ ഒരു കുടുംബജീവിതം, വലിയ അല്ലലില്ലാത്തതായ അനുഭവം, രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒന്നും നമുക്കങ്ങനെ ഇല്ല. എല്ലാവരും മക്കളൊക്കെ വളരെ സൗഖ്യത്തോടെ അതാദ്യങ്ങളിൽ ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് അവരും സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഒരു സൗഖ്യത്തിൻ്റെതായ ഒരു സന്തോഷത്തിൻ്റെതായ അനുഭവം ഇത് നമ്മൾ ചോദിച്ചിട്ട് കിട്ടിയതാണോ? ഇതൊക്കെ നമ്മൾ ചോദിച്ചിട്ട് കിട്ടിയതാണോ? എനിക്ക് സന്തോഷത്തിൻ്റെ അനുഭവം വേണം, എൻ്റെ മക്കൾക്ക് സ്വസ്ഥത ഉണ്ടാകണം, എനിക്ക് ഇന്ന കാര്യങ്ങൾ വേണം, അല്ലെങ്കിൽ ഇങ്ങനെ എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിരിക്കണമെന്ന് നമ്മൾ ചോദിച്ചിട്ട് ദൈവം തന്നതാണോ? അല്ല. ഒരു പാത്രത്തിൽ ആഹാരവും കൂട്ടാനും ഒക്കെ വിളമ്പി വെച്ചിട്ട് നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ വെച്ച് തരുന്നത് പോലെ ദൈവം നമുക്ക് ഈ ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങൾ തരുന്നു. ഇതൊന്നും നാം ചോദിച്ചിട്ട് ദൈവം തന്നതല്ല, അവൻ അറിഞ്ഞ് കണ്ട് നമുക്ക് നൽകുന്നതായ ചില അനുഗ്രഹങ്ങൾ. ഡയറക്റ്റ് ആൻസർ. രണ്ടാമത്തെ തലം എന്ന് പറയുന്നത് ഡിലേഡ് ആൻസർ. ഡിലേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം എന്തുവാ? ട്രെയിന് ഡിലേ ആയെന്ന് പറയും. എന്താ? താമസമുണ്ട്, അല്ലേ? വരും പക്ഷേ ഇച്ചിരി താമസമുണ്ട്. ചില ചോദ്യങ്ങൾക്ക് ഉത്തരം ഇച്ചിരി താമസമുണ്ട്. വ്യക്തമായ ഉദാഹരണം വേദപുസ്തകം നൽകുന്നുണ്ട്. ഉൽപ്പത്തിയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം ആരെപ്പറ്റി പറയുന്നു? വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിക്കുന്നതായ ആ ഒരു കാര്യം അവിടെ പറഞ്ഞു തുടങ്ങുകയാണ്. അതിൽ അബ്രഹാം പിതാവിനോട് അവനുള്ളതായ ദൗത്യങ്ങളൊക്കെയും പറഞ്ഞ് ഏൽപ്പിച്ച ശേഷം യഹോവയായ ദൈവം ഒരു വാഗ്ദാനം നൽകുന്നുണ്ട്. നിന്റെ സന്തതി ഭൂമിയിലെ മണൽത്തരി പോലെ വിശാലമായി തീരുമെന്ന് പറഞ്ഞ് അബ്രഹാം പിതാവിനെ ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ അടുത്ത വാക്യം വായിച്ചിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് എത്രാമത്തെ വയസ്സിലാണ് പറഞ്ഞതെന്ന് ഓർക്കുന്നുണ്ടോ? ഈ വാഗ്ദാനം 12-ാമത്തെ അധ്യായത്തിൽ അബ്രഹാം പിതാവിന് നൽകുന്നതായ ഈ വാഗ്ദാനം അബ്രഹാം പിതാവിന് എത്ര വയസ്സുള്ളപ്പോഴാണ് യഹോവയായ ദൈവം ഈ വാഗ്ദാനം നൽകുന്നത്? ആർക്കെങ്കിലും അറിയാമോ? അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അവന് 75 വയസ്സായിരുന്നു എന്ന്. വേദോസം വായിച്ചാൽ മതി. അവന് 75 വയസ്സായിരുന്നു. ഒരു കുഞ്ഞിനെ കിട്ടുന്നത് എപ്പോഴാ? പറഞ്ഞോ? ഒരു കുഞ്ഞിനെ കിട്ടുന്നത് എപ്പോഴാ? 100-ാമത്തെ വയസ്സിൽ. 25 വർഷത്തെ കാത്തിരിപ്പ്. ഡിലേഡ് ആൻസർ. 25 വർഷത്തെ കാത്തിരിപ്പ് ഒരു കുഞ്ഞിന് വേണ്ടി. ഡിലേഡ് ആൻസർ. പാലും തേനും ഒഴുകുന്നതായ കനാൻ നാട്ടിലേക്ക് മോശയുടെ നേതൃത്വത്തിൽ പുറപ്പാട് പുസ്തകം ഇസ്രായേൽ ജനതയെ യഹോവയാം ദൈവം വിടുവിക്കുന്നുണ്ട്. ഉൽപ്പത്തിയുടെ അവസാനം വരുമ്പോൾ ഈ മിസ്രൈമിൽ നിന്ന് കനാനിലേക്ക് എല്ലാവരും അധികം സമയവും കാര്യങ്ങളും ഒന്നും വേണ്ട. പക്ഷേ എത്ര നാളുകൾ എടുത്തതിന് ശേഷമാണ് ആ പ്രവചനം അത് പൂർത്തീകരിക്കപ്പെടുന്നത്? 40 വർഷത്തെ പ്രയാണത്തിന് ശേഷമാണ് ഇവര് മനസ്സിൽ കണ്ട സ്വപ്നം കണ്ടതായ പാലും തേനും ഒഴുകുന്നതായ ദേശത്തിലേക്ക് ഈ ദൈവജനം കാലുകുത്തുന്നത്. ഡിലേഡ് ആൻസർ. ഈ നോമ്പിൻ്റെ ഞായറാഴ്ചകളിൽ നാം ഓരോ ഞായറാഴ്ചയും ഓരോ അത്ഭുതങ്ങൾ, ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങൾ നമ്മൾ ഏവങ്കേലിയൻ ഭാഗത്ത് നമ്മൾ ധ്യാനിക്കുന്നുണ്ട്.
ശിലോഹാവിൻ്റെ പടിവാതിൽക്കൽ 38 സംവത്സരം രോഗിയായി കിടന്നതായ മനുഷ്യന് തനിക്ക് ആവതല്ലാത്ത നിമിഷം മുതൽ ആ മനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിരിക്കണം, എനിക്ക് ഒന്ന് തന്നെ എണ്ണിച്ച് നിൽക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ. 38 സംവത്സരത്തിന് ശേഷം ആ മനുഷ്യൻ സൗഖ്യം പ്രാപിക്കുന്നു. അവൻ്റെ പ്രാർത്ഥനയ്ക്കുള്ളതായ ഉത്തരം, ഡിലേഡ് ആൻസർ. കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചു കേട്ടതായ കൂനിയായ സ്ത്രീയെ സൗഖ്യമാക്കിയ സംഭവം. കൂനിയായ സ്ത്രീയും കൂനി പിടിച്ച് അവൾ മുടങ്ങാതെ പള്ളിയിൽ വന്ന് ഒരു കോണിൽ വന്ന് നിൽക്കുമ്പോൾ അവളും ദൈവത്തോട് പ്രാർത്ഥിച്ചിരിക്കണം, ഒന്ന് നേരെ നിവർന്ന് നിന്ന്, ദൈവമേ എനിക്ക് നിന്നെ ഒന്ന് കാണാൻ, എനിക്കൊന്ന് പ്രാർത്ഥിക്കാൻ, നിന്നെ ഒന്ന് കാണാൻ എനിക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് അവളും വളരെ കണ്ണുനീരോടുകൂടെ അവൾ പ്രാർത്ഥിച്ചിരിക്കണം. അവക്കും കിട്ടുന്നു സൗഖ്യം 18 വർഷത്തിന് ശേഷം. ഡിലേഡ് ആൻസർ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചോദിക്കുമ്പം നമുക്ക് കിട്ടണം. ഇപ്പം ചോദിച്ചാൽ ഈ സ്വിച്ച് ഇടുമ്പം ലൈറ്റ് കത്തുന്ന പോലെ, സ്വിച്ച് ഇടുമ്പം ഫാൻ കറങ്ങുന്നു, അതുപോലെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ അസ്വസ്ഥരാണ്. അങ്ങനെ അസ്വസ്ഥരാകുമ്പോഴാണ് ഇതൊക്കെ നമ്മൾ ഇങ്ങനെയുള്ളതായ വേദപുസ്തകത്തിലെ ചില കഥാപാത്രങ്ങളും അവർക്കുണ്ടായ അനുഗ്രഹങ്ങൾക്കൊക്കെ അവരെന്തുമാത്രം കാത്തിരുന്നു എന്ന് നമ്മൾ ധ്യാനിക്കേണ്ടുന്നത്. മൂന്നാമത്തെ തല ഡിനൈഡ് ആൻസർ. ഡയറക്റ്റ് ആൻസർ, ഡിലേഡ് ആൻസർ, ഡിനൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തോ? ഡിനൈ, റിജക്റ്റ് ചെയ്തു, നിരസിച്ചു കളഞ്ഞു. ചില ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. അത് വേദപുസ്തകത്തിലൊന്നും പോകുന്നില്ല, അത് ചുമ്മാതെ കേട്ടതായ ഒരു ഉദാഹരണം അങ്ങ് പറയുകയാണ്. 10ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ +2 പഠിക്കുന്ന മകന് നല്ല മാർക്ക് വാങ്ങിച്ച് പാസ്സാകണം, കളിയും ചിരിയുമായിട്ട് നടക്കുകയാണ്. അപ്പോൾ അപ്പൻ ഒരു ഓഫർ കൊടുത്തു, എന്താ, നീ നല്ല മാർക്ക് വാങ്ങിച്ച് പാസ്സായാൽ ഞാൻ നിനക്കൊരു ബുള്ളറ്റ് വാങ്ങിച്ചു തരാം. 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഒരു ബുള്ളറ്റാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. അവന് തല കുത്തി മറിഞ്ഞിരുന്ന് പഠിച്ച് രാത്രിയെ പകലുകളാക്കിയിരുന്ന് പഠിച്ച് അവന് അപ്പന് കൊടുത്തതായ ആ ഒരു ബുള്ളറ്റിന് വേണ്ടി അവൻ്റെ ഇരുന്ന് പഠിച്ച് അവന് പാസ്സാകുന്നു. നാട്ടിൽ സന്തോഷം, വീട്ടിൽ സന്തോഷം, കൂട്ടുകാർ സന്തോഷം, എല്ലായിടത്തും സന്തോഷം. ഡിസ്റ്റിങ്ഷൻ വാങ്ങിച്ച് അവന് പാസ്സായി. എല്ലാം കഴിഞ്ഞ് സന്തോഷത്തിൻ്റെ ആ തിമിർപ്പുകളൊക്കെ അങ്ങോട്ടൊന്ന് അടയും കഴിഞ്ഞ ശേഷം അവൻ അപ്പൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പ ഇനിയും പറഞ്ഞതായ ബുള്ളറ്റ് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞതായ അപ്പന് യാതൊരു ഓർമ്മയുമില്ല പറഞ്ഞതായിട്ട്. അപ്പന് യാതൊരു ഓർമ്മയുമില്ല അങ്ങനെ ഒരു കാര്യം മോനോട് പറഞ്ഞിട്ടുണ്ടോ എന്താ. ഈ 17ാമത്തെ അല്ലെങ്കിൽ 18ാമത്തെ വയസ്സിൽ ഇവന് ബുള്ളറ്റ് വാങ്ങിച്ചു കൊടുത്താൽ അടുത്തത് ഇവൻ എവിടെ ഇരിക്കുമെന്ന് ആർക്ക് നല്ല ബോധ്യമുണ്ട്? അപ്പനും നല്ല ബോധ്യമുണ്ട്, സ്വർഗത്തിലെ ദൈവത്തിനും നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് രഹസ്യ പ്രാർത്ഥനയിൽ നമ്മൾ ചൊല്ലുന്നുണ്ട്, ദൈവമേ അതത് സമയത്ത് ശരി എന്ന് തോന്നുന്നത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, നീയോ അതിൻ്റെ ഭാവി അറിയുന്നു. അതത് സമയത്ത് ശരിയെന്ന് തോന്നുന്നത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, സ്വർഗം അതിൻ്റെ ഭാവി അറിയുന്നു. പാറപ്പുറത്ത് വീഴുന്ന മുള്ളിനിടയിൽ വീണ വിത്ത് നമുക്ക് തരുന്നതായ സന്ദേശം എന്ന് പറയുന്നത്, മുള്ളുകൊണ്ട് വിത്തിനെ ഞെരുക്കിക്കളയുന്നതാകരുത് നമ്മുടെ ആത്മീയ ജീവിതം. നിന്റെ ആത്മീയ ജീവിതം കൊണ്ട് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ മുള്ളുകളെ നേരെ തിരിച്ച് അതിനെ ഞെരുക്കിക്കളയുന്നതായ തലത്തിലേക്ക് നിന്റെ ആത്മീയത വളരണം. കൂടുതൽ സമയമെടുത്ത് പറയുന്നില്ല, ഇയ്യോബിൻ്റെ ജീവിതമാണ് ഏറ്റവും ഒന്നാന്തരമായ ഉദാഹരണം എന്ന് പറയുന്നത്. 2 എക്സ്ട്രീം പോയിന്റ്സിൽ ഇയ്യോബ് ആയിത്തീരുകയാണ്. സമ്പന്നതയുടെ നടുവിൽ കിടക്കുന്നതായ ഇയ്യോബ് ഒന്നുമില്ലാത്തവനായിട്ട് തീരുന്നു. സമ്പന്നൻ, ദരിദ്രൻ. ഭാര്യ പറയുന്നു, കൂട്ടുകാർ പറയുന്നു, ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്ന ദൈവത്തെ നീ എന്തിനാണ് വിളിച്ചപേക്ഷിക്കുന്നത്? തെള്ളിപ്പറ, മാറ്റിക്കള, ഇനി ആ ദൈവത്തെ ആരാധിക്കണ്ട. ഇയ്യോബ് ഭാര്യയോട് പറയുവാണ്, ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ നീ സംസാരിക്കുന്നത്. ദൈവത്തിൽ നിന്നും നന്മ ഉൾക്കൊള്ളുന്നുവെങ്കിൽ ദൈവത്തിൽ നിന്നും തിന്മയും ഉൾക്കൊള്ളരുതോ? യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ തലത്തിലേക്ക് നമ്മുടെ ആത്മീയത ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ എൻ്റെ വ്യക്തിത്വം നിർണയിക്കപ്പെടുന്നത് ഞാൻ എന്ത് തരം നിലപാടിലേക്ക് ഞാൻ മാറുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ ചിന്തയും വിട്ട് 4ാമത്തെ തലത്തിലേക്ക് വീഴുന്നു. നല്ല നിലത്ത് വീഴുന്ന വിത്തിൻ്റെ അനുഭവം. ഈ വിതക്കാരൻ വിത്ത് കൊണ്ടുപോയിട്ട് കർഷകനെ ഏറ്റവും അവസാനം വഴിയരികെ വീണ് അങ്ങനെ പോയി, പാറപ്പുറത്ത് വീണ് അങ്ങനെ പോയി, മുള്ളിനിടയിൽ വീണ് അതങ്ങനെയും പോയി, ഏറ്റവും അവസാനം നല്ല നിലത്ത് വീഴുന്നു. കൃഷി ചെയ്യുന്നതായ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നതായ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആഗ്രഹം എന്ത്? ഒരു കൃഷി ഇറക്കുമ്പോൾ അവരുടെ മനസ്സിലുള്ളതായ പ്രാർത്ഥനയും ആഗ്രഹവും എന്തുവാ? നഷ്ടം ഉണ്ടാകരുത്, അല്ലേ? നഷ്ടമുണ്ടാകരുത്. 100% വിളവിൻ്റെ അനുഭവമാണ് അവർ ആഗ്രഹിക്കുന്നത്.
പക്ഷേ ആ 100% വിളവ് ലഭ്യമാകണമെങ്കിൽ കാലാവസ്ഥ, അതേപോലെ തന്നെ കീടനാശിനി അല്ലെങ്കിൽ കീടങ്ങളുടെ ഒന്നും ശല്യങ്ങൾ ഉണ്ടാകരുത്, അങ്ങനെ പല എലമെന്റ്സ് അല്ലെങ്കിൽ പല ഘടകങ്ങൾ കൂടിച്ചേർന്നെങ്കിൽ മാത്രമേ വലിയ മോശമല്ലാത്തതായ ഒരു 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 വിളവ് തിരിച്ച് ലഭിക്കത്തുള്ളൂ, അല്ലേ? അത് കാർഷിക വൃത്തിയെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ആത്മീയ ജീവിതത്തിൽ ഇവിടെ 30-ന്റെയും 60-ന്റെയും കണക്കൊന്നുമില്ല. 100% വിളവിൻ്റെ അനുഭവം. അതാണ് യേശു തമ്പുരാന് കാണാതെ പോയ ആടിൻ്റെ ഉപമയിൽ നമുക്ക് കാണിച്ചു തരുന്നത്. 100 ആടുണ്ട്, ഒരെണ്ണത്തിനെ കാണാതെ പോകുമ്പോൾ 99 എണ്ണം ഉണ്ടല്ലോ, ഒന്നല്ലേ പോയത്, അതിൻ്റെ ആ വഴിക്ക് പോട്ടെ എന്ന് കണ്ടില്ല. ആ 99 എണ്ണത്തിനെ വിട്ടിട്ട് ഒന്നിനെ തേടി പോകുന്നതായ ഇടയൻ കാണിച്ചു തരുന്നത്, എനിക്കുള്ളതായ ഒന്നുപോലും നഷ്ടപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. 10 എണ്ണമാണ് എനിക്കുള്ളതെങ്കിൽ ആ 10ഉം എനിക്ക് തന്നെ വേണം. അത് 10ഉം എൻ്റേതാണ്. അതിനെ ഒന്നിനെ പോലും, അതിന് കുറ്റമുണ്ടായിക്കോട്ടെ, കുറവുണ്ടായിക്കോട്ടെ, എന്തു തന്നെ ആയിക്കോട്ടെ, ഒന്നിനെ പോലും നഷ്ടപ്പെടുവാൻ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. ഈ അടുത്ത സമയത്ത് ഈ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്നതായ ഒരു പ്രസംഗമാണ്. ഒരുപക്ഷെ നിങ്ങളത് കേട്ടിരിക്കും. റോമൻ കത്തോലിക്ക സഭയിലെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സഹായ മെത്രാനായിരിക്കുന്ന തോമസ് തറയിൽ പിതാവിൻ്റെ പ്രസംഗം. നമ്മൾ അത് എങ്ങനെയും കിട്ടുവാണെങ്കിൽ അത് കേൾക്കണം. അത് സൺഡേ സ്കൂൾ, ഇരിങ്ങാലക്കുട രൂപതയിലുള്ളതായ സൺഡേ സ്കൂൾ അധ്യാപകരുടെ ഒരു കൂട്ടായ്മയിൽ ആ പിതാവ് മുഖ്യ പ്രാസംഗികനായിട്ട് വന്നിട്ട് അദ്ദേഹം അത് പ്രസംഗിക്കുന്നതാണ്. വളരെ വളരെ കേട്ടിരിക്കേണ്ടതായ മൂല്യവത്തായ ഒരു പ്രസംഗമാണ്. അതിൽ ആ പിതാവ് അദ്ദേഹത്തിൻ്റെതായ ഒരു വിഷമം പറയുന്നുണ്ട്. അതായത് ചങ്ങനാശ്ശേരി അരമനയിൽ തിരുമേനി ആയിരിക്കുമ്പോൾ അവിടെ ഇരിക്കും ഒരു ദിവസം ഒരു പെങ്കൊച്ചും അതിൻ്റെ അപ്പനും കൂടെ കാണാൻ വന്നപ്പോൾ കണ്ടപ്പം പെങ്കൊച്ചു പറയുന്നത് അതൊരു മുസ്ലിം പയ്യനുമായിട്ട് അത് പ്രണയത്തിലാണ്. ഈ പെങ്കൊച്ചു ഡോക്ടറാണ്. ഈ സ്നേഹിക്കുന്നതായ മുസ്ലിം പയ്യനും ആ പയ്യനും ഡോക്ടറാണ്. രണ്ടുപേരും ഡോക്ടർമാരാണ്. അപ്പോൾ ഇവിടെ ആവശ്യം എന്ന് പറയുന്നത് ഇവർ തമ്മിൽ സ്നേഹത്തിലാണ്, ഇവർ തമ്മിൽ കല്യാണം കഴിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് പിതാവേ, എനിക്ക് പള്ളിയിൽ വെച്ച് ഒരു ആശീർവാദം തരണം. അപ്പം തിരുമേനി ചോദിക്കുന്നുണ്ട്, ഇപ്പം നീ എന്തായാലും കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നു, അവൾ അല്ല തിരുമേനി, ഞങ്ങൾ അങ്ങനെ തീരുമാനം എടുത്തു കഴിഞ്ഞ് ഇനി അതിൽ നിന്ന് പുറകോട്ട് പോകാൻ സാധ്യമല്ല. പിതാവിൻ്റെ ആ പെൺകുട്ടിയുടെ പിതാവുണ്ട്. ആ പിതാവ് വളരെ ഒരു വല്ലാത്തൊരു വികാരത്തോടു കൂടെ അവിടെ ഇരിക്കുന്നു. കാരണം എന്ത് ചെയ്യണമെന്ന് ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ. അപ്പം ഈ പെൺകുട്ടി പറയുകയാണ്, പിതാവ് ഇനി പുറകോട്ട് പോകാൻ സാധ്യമല്ല, അതുകൊണ്ട് ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് എൻ്റെ ഒരു ആഗ്രഹം, പള്ളിയിൽ വെച്ച് ഒരു ആശീർവാദം തരണം. അപ്പം തിരുമേനി ചോദിച്ചു, പള്ളിയിൽ വെച്ച് നീ അങ്ങനല്ല പോകുന്നത്, പിന്നെ നിനക്ക് പള്ളിയിൽ വെച്ച്? അല്ല പിതാവ്, എനിക്ക് പള്ളിയിൽ വെച്ച് എനിക്കൊരു ആശീർവാദം തരണം. ഞാൻ ഇത്ര നാൾ ജനിച്ച് വളർന്നു വന്നതായ ഒരു വിശ്വാസമാണ്, അതുകൊണ്ട് എനിക്കത് അനുവദിച്ചു തരണമെന്ന്. അപ്പം ആ കാര്യത്തിനെ പറ്റി ഒരു സെറ്റിൽമെൻറ്റിൽ അവർ തമ്മിൽ എത്തി. അപ്പോൾ അതിനുശേഷം പോകാൻ തുടങ്ങിയപ്പോൾ പിതാവ് പറയുകയാണ്, നീ പോകാൻ വരട്ടെ, നീ നിൽക്കാൻ പറഞ്ഞു. നിങ്ങൾ പലരും അത് കേട്ടിരിക്കും ആ പ്രസംഗം. നീ എനിക്കൊരു ക്ഷമ തരണം, നീ എനിക്കൊരു മാപ്പ് തരണം. അതായത് ഈ ലോകത്തിൽ എന്തിൻ്റെ പേരിൽ തന്നെ ആയാലും ഉപേക്ഷിച്ച് കളയാൻ പറ്റാത്ത ഒന്നാണ് ജീവ നൽകുന്നതായ ക്രിസ്തുയേശു എന്നതായ ആ പരമസത്യമെന്നും, അത് വിവാഹത്തിൻ്റെയോ അത് പ്രണയത്തിൻ്റെയോ എന്തിൻ്റെ പേരിലായാലും ആ ക്രിസ്തുവിനെ ഉപേക്ഷിച്ച് കളയുവാൻ പാടില്ല എന്നുള്ളതായ വലിയ കാര്യം നിന്നെ പഠിപ്പിക്കുന്നതിൽ എൻ്റെ സഭ, എൻ്റെ രൂപത, എൻ്റെ അച്ഛന്മാർ പരാജയപ്പെട്ടു പോയി. അതുകൊണ്ട് നീ എനിക്ക് ക്ഷമ നൽകണമെന്ന് തോമസ് തറയിൽ പിതാവ് ആ പെങ്കൊച്ചിനോട് പറയുകയാണ്. ആ പെങ്കൊച്ച് പറഞ്ഞു, അയ്യോ പിതാവ് എന്നോട് ക്ഷമയൊന്നും ചോദിക്കരുത്, അത് അങ്ങനെയല്ലയോ ഇങ്ങനെയല്ലയോ എന്നൊക്കെ ഉള്ളതായ ഒത്തിരി അവധയൊക്കെ പറയുകയാണ്. പക്ഷേ വളരെ ഹൃദയവേദനയോടെയാണ് തോമസ് തറയിൽ പിതാവ് ആ ഒരു കാര്യം പറയുന്നത്. കാരണം പ്രത്യേകിച്ച് വിശ്വാസികളുടെ ഇടയിലുള്ളതായ കൊഴിഞ്ഞുപോക്കം. ഈ പള്ളിയിൽ നിന്നും ഒരു വിശ്വാസി കൊഴിഞ്ഞു പോയാൽ ഏറ്റവും അതറിയുമ്പോൾ ഹൃദയം നൊമ്പരപ്പെടുന്നത് ഈ ഇടവകയുടെ ചുമതലയിലായിരിക്കുന്ന വികാരിയച്ഛനാണ്. കാരണം ആ വികാരിയച്ഛൻ്റെ, ഞാൻ അങ്ങനെ ഒരു ഇതായിട്ട് പറയുകയല്ല, അത് ഏത് പള്ളിയിലാണോ അവിടെ നിന്നൊരു വിശ്വാസി കൊഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഹൃദയം നൊമ്പരപ്പെടുന്നത് ആ പള്ളിയുടെ ചുമതലയിലായിരിക്കുന്ന അച്ഛന്മാരാണ്. കാരണം എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? പ്രിയമുള്ളവരെ, നമ്മുടെ സഭ
സ്തുതി ഉവാക്കപ്പെട്ട സത്യവിശ്വാസം, അതാണ് ഓർത്തഡോക്സി എന്ന് പറയുന്നത്. ഓർത്തഡോക്സ് എന്ന് പറയുന്നതായ വാക്കിന്റെ അർത്ഥം. എന്തിന്റെ കുറവുണ്ടായിട്ടാണ് നമ്മൾ പോകുന്നത്? നമ്മളെ വിശ്വാസം പഠിപ്പിക്കുവാൻ വേണ്ടി അനവധി കാര്യങ്ങൾ സഭ മുൻപോട്ട് വെക്കും. ദിവ്യബോധനം പോലെയുള്ളതായ പാഠ്യപദ്ധതികൾ മുൻപോട്ട് വെക്കുമ്പോൾ നമ്മൾ എത്രമാത്രം അതിനെയൊക്കെ, ആ പുസ്തകങ്ങളൊക്കെ വായിക്കുകയും മനസ്സിലാക്കിയും ഈ വിശ്വാസത്തെ പഠിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പള്ളിയിൽ വന്ന മറ്റുള്ളവന്റെ കുറ്റം പറയാതെ വിശ്വാസത്തെ പറ്റി ഏതെങ്കിലും ഒരുത്തം വന്ന് അച്ഛനോട് സംശയം ചോദിക്കുന്നുണ്ടോ? എന്താ അച്ഛ ഇതിന്റെ കാര്യം, ഇതെനിക്കൊന്ന് പറഞ്ഞു തരാമോ എന്ന് പറഞ്ഞ് എത്ര പേര് വരുന്നുണ്ട്? എന്നിട്ട് വഴിയിലോട്ട് ഇറങ്ങുമ്പോൾ ഒരുത്തന് ഈ നോമ്പ് നോക്കുന്നത് എന്തിനാ, മാതാവിനോടുള്ള പ്രാർത്ഥന ചോദിക്കുമ്പോൾ നമുക്കൊന്നും അറിയത്തില്ല തിരിച്ചു പറയാന്. നമുക്ക് നമ്മുടെ വിശ്വാസം ഈ ഒത്തിരി പരിധികളുണ്ട്. കാരണം ഇതൊക്കെ പഠിക്കണമെങ്കിൽ അവനോൻ തന്നെ വിചാരിക്കണം. സ്പൂണ് കൊണ്ട് ഈ വാഴ എടുത്ത് വരെ കൊണ്ടുവെക്കാം, ഇത് ചവച്ചിറക്കേണ്ടുന്നത് ഞാനല്ലേ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ അവസാന ഭാഗം ഒന്നിനെ പോലും നഷ്ടപ്പെട്ടു പോകുവാന് ക്രിസ്തു ആഗ്രഹിക്കുന്നില്ല. 30, 60, 100 മേനി ഫലം തരുമ്പോൾ ആത്മീയ മേഖലയിൽ ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നത് 100% വിളവിന്റെ അനുഭവം. അവിടെ 30ന്റെ 60ന്റെ കണക്കില്ല. എനിക്കുള്ളത് സകലത്തിലും എനിക്കുള്ളതായി തീരണം എന്നുള്ളതാണ്. അതായത് യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു തമ്പുരാനും സമരിയാക്കാരി സ്ത്രീയും തമ്മിലുള്ളതായ ഒരു വലിയ സംവാദം അവിടെ നടക്കുകയാണ്. ക്രിസ്തു ഈ വേദശാസ്ത്ര ചിന്തകന്മാർ അതിന് ടോപ്പിക് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് സൈക്കോളജിക്കൽ എൻകൗണ്ടർ ബിറ്റ്വീൻ ജീസസ് ആൻഡ് സമരിറ്റൻ വുമൺ എന്നാണ്. ഒരു മനഃശാസ്ത്രപരമായ ഒരു സമീപനമാണ് യേശു തമ്പുരാൻ അവിടെ എടുക്കുന്നത്. ആ ശമരിയാക്കാരി സ്ത്രീയോട് സംസാരിക്കുന്നു, വെള്ളം വേണമെന്ന് പറയുന്നു. അതുവഴി അവിടെ ജീവിതത്തിലേക്ക് കടക്കുന്നു. അവളുടെ ജീവിതത്തിൻ്റെ പാപ അവസ്ഥ, അവള് വീണ് കിടക്കുന്ന ചെളിക്കുണ്ടിനെ പറ്റി ഒരു ബോധ്യം അവൾക്ക് വരുത്തുന്നു. അവളുടെ ഹൃദയം തെളിനീര് പോലുള്ളതാക്കി, വെണ്മയുള്ളതാക്കി ആ സംവാദം അത് അവസാനിക്കുകയാണ്. അവൾ എന്താ ചെയ്യുന്നത്? അവള് വെള്ളം കോരാൻ കൊണ്ടുവന്ന പാത്രമെല്ലാം ഇട്ടേച്ച് അവള് വന്നിടത്തോട്ട് ഓടുകയാണ്, സമറിയ നാട്ടിലോട്ട് ഓടുകയാണ്. അവൾക്കുണ്ടായതായ അനുഭവം പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 42-ാമത്തെ ആ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ആ സമറിയ ജനത പറയുകയാണ്, ഇനി നിന്റെ വാക്കുകൊണ്ടല്ല വിശ്വസിക്കുന്നത്, ഞങ്ങൾ തന്നെ അവനെ കാണുകയും അവൻ സാക്ഷാൽ ലോകരക്ഷിതാവെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നുവെന്ന്. പ്രിയമുള്ളവരെ, ഒരു നാട് മുഴുവന്, സമറിയ നഗരം മുഴുവന് ക്രിസ്തുവിനുള്ളതായി തീരുന്നു. 100% വിളവിന്റെ അനുഭവം, ഒന്നുപോലും നഷ്ടപ്പെട്ടു പോകുന്നില്ല. ഇതാണ് പ്രിയമുള്ളവരെ ദൈവം ആഗ്രഹിക്കുന്നത്. ഈ വിതക്കാരൻ്റെ ഉപമ എടുത്തുകൊണ്ട് ഈ 4 ഇടങ്ങളിലേക്ക് വിത്ത് വീഴുന്നു. 4 ഇടങ്ങളിലേക്ക് 4 വ്യത്യസ്തങ്ങളായ ചിന്തകളാണ് നിങ്ങളോട് പങ്കുവെച്ചത്. ഒന്നാമതായിട്ട് വഴിയരികെ വീഴുന്നതായ വിത്ത്. വഴിയരികെ വീഴുന്നതായ വിത്തിൻ്റെ തലത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ നഷ്ടപ്പെട്ടു പോയ ദൈവബന്ധത്തിനെ പുനഃസ്ഥാപിക്കുവാൻ ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് കഴിയണം. അതുവഴി നമുക്ക് നഷ്ടപ്പെട്ടതായ മൂല്യങ്ങളെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് നിർത്താൻ നമുക്ക് കഴിയണം. രണ്ടാമതായിട്ട് പാറപ്പുറത്ത് വീഴുന്നതായ വിത്തിൻ്റെ അനുഭവത്തിൽ 2 ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചത്. ഒന്നാമതായിട്ട് എൻ്റെ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടുകളും എൻ്റെ ദൈവത്തിൻ്റെ ബോധ്യവും അനുസരിച്ച് ആ ദൈവത്തിനെ അതനുസരിച്ച് ഉൾക്കൊള്ളുവാനെ കൊണ്ട് മനസ്സിലാക്കാൻ എനിക്ക് എത്രമാത്രം കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ദൈവത്തിലുള്ളതായ വിശ്വാസത്തിൻ്റെ തീഷ്ണത എനിക്ക് എത്രമാത്രമുണ്ട്. കടുകുമണിയോളം വിശ്വാസത്തിൻ്റെ തലത്തിലേക്കെങ്കിലും, കടുകുമണിയോളം വിശ്വാസം, അതേ ദൈവം ചോദിക്കുന്നത്. ആ വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു തലത്തിലെങ്കിലും എത്തിയെങ്കിൽ ഈ മലയോട് നീങ്ങി കടലിലേക്ക് പോകാൻ പറഞ്ഞാൽ അത് സംഭവിച്ചിരിക്കും. പക്ഷേ നമ്മുടെ വിശ്വാസം കടുകുമണിയോളം വലുപ്പത്തെങ്കിലും ആയിത്തീരുന്നുണ്ടോ? ഒരു സ്വയം എല്ലാ കാര്യങ്ങളും ഒരു ആത്മവിമർശനം പോലെ നമ്മൾ സ്വയം ചോദിക്കേണ്ടുന്നതായ കാര്യങ്ങളാണ്. മുള്ളിനിടയിൽ വീഴുന്നതായ വിത്തിൻ്റെ അനുഭവം, വചനത്തെ വിത്തിനെ ഞെരുക്കിക്കളഞ്ഞായിട്ട് വേദഭാഗത്ത് പറയുന്നു. പക്ഷേ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വിത്തിനെ, നിന്റെ ഉള്ളിൽ വിതയ്ക്കപ്പെട്ടതായ ദൈവിക മൂല്യങ്ങൾ കൊണ്ട് മുള്ളിനെ ഞെരുക്കിക്കളയുന്നതായ തലത്തിലേക്ക് നിന്റെ ആത്മീയത ഉയരണം. പ്രതിസന്ധി ഘട്ടങ്ങളിൽ എൻ്റെ നിലപാട് എന്താണ്? അവിടെ നമ്മൾ യാക്കോബിൻ്റെ നിലപാട് നമ്മൾ ധ്യാനിച്ചു. അവിടെ നമ്മൾ ഹബക്കൂക്കിൻ്റെ നിലപാട് നമ്മൾ ധ്യാനിച്ചു. അവിടെ ദാനിയേൽ പ്രവചനത്തിൽ ദാനിയേലിൻ്റെ നിലപാട് നമ്മൾ കണ്ടു. 4-മതായിട്ട് നല്ല നിലത്ത് വീഴുന്നതായ വിത്തിൻ്റെ അനുഭവം. നഷ്ടത്തിൻ്റെ കണക്ക് ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്നില്ല. നിന്നെ ദൈവം ഒന്നാണോ ഏൽപ്പിച്ചത്?
ഒന്ന് തിരിച്ചു കൊടുക്കാൻ നീ ബാധ്യസ്ഥനാണ്. നിന്നെ ദൈവം 10 ഏൽപ്പിച്ചത്, ആ 10 തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. ഒന്നുപോലും നഷ്ടപ്പെടുന്നില്ല. അതിനോട് ചേർത്ത് നിർത്തി നമ്മുടെ വിശ്വാസത്തെ പറ്റിയും നമ്മുടെ സഭയുടെ പല കാര്യങ്ങളെ പറ്റിയൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു. ഈ കേട്ടതായ വചനങ്ങൾ നല്ല നിലത്ത് വീണ വിത്ത് പോലെ 100% വിളവിൻ്റെ അനുഭവം നമ്മൾക്ക് നൽകട്ടെ എന്ന് ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ നമ്മുടെ പുറകോട്ടുള്ളതായ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്തുകൊണ്ട് നഷ്ടപ്പെട്ടതായ മൂല്യങ്ങളെ വീണ്ടെടുക്കുവാൻ, ദൈവബന്ധം പുനഃസ്ഥാപിക്കപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.